ഇപ്പോൾ പിടിച്ചെടുക്കുന്നവരെ ഉണ്ടോ? ഇപ്പൊ പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഇന്നത്തെ ഹൃദയമാണ്, ഇന്നത്തെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം വേറെയാണോ? എല്ലാവരും യേശുവെ ഞാൻ ഹൃദയം തരാറിയാം. ഹൃദയം ഭാഗം കൊടുത്താൽ മൈൻഡ് ഭാഗം കൊടുത്താൽ യേശുവെ മക്കളെ ഇപ്പൊ പിടിച്ചെടുക്കുന്നുണ്ടോ? ഇപ്പൊ പിടിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ പുതിയ വ്യക്തികളെ പുതിയ ആത്മാവ് തൈറോയിഡിനെ ശാസിക്കുന്ന ദൈവം ജീസസ്. തൈറോയിഡിനെ ശാസിക്കണം. മോക്കല്ല പറഞ്ഞ അല്ലെ സിസ്റ്ററോട് പ്രാർത്ഥിക്കും, മോക്കോല് പ്രാർത്ഥിക്കും. തൈറോയിഡിനെ ശാസിക്കണം. ഈ തൈറോയിഡ് കഴുത്തിങ്ങനെ നീര് വെച്ചിരിക്കുന്ന പോലെയാണോ? പക്ഷെ എന്തൊരു നീര് പോലെ വണ്ണം വെച്ചിരിക്കുന്നതാണോ? തൈറോയിഡ് ഇവിടെ വെറുപ്പോ? തൈറോയിഡ് എങ്ങനെയാണ് ഇവിടെ ഇവിടെ എന്ത് വരുന്നതാണോ? അതാ കാണിക്കാൻ നീ ഇങ്ങനെ കഴുത്തിങ്ങനെ നീര് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് തൈറോയിഡാണ്. അവിടെ എന്ത് ഹീലിംഗ്സ് നടക്കണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറയാൻ കൂട്ടം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ, വിടുതൽ പ്രാപിച്ചോ. ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും, ഒരു പക്ഷെ നമ്മുടെ ബന്ധുക്കൾക്കായിരിക്കും, ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കഴുത്തിന് ഹീലിംഗ്സ് നടക്കും. Holy Spirit, Holy Spirit, Holy Spirit. We love you, Holy Spirit. We love you, Holy Spirit. We love you, Holy Spirit. Oh, Holy Spirit, breathe on. Hallelujah. Breathe on me. Holy Spirit, breathe on me. Who here is the and God married each other. Hallelujah. Yes. Breathe on me, Holy Spirit, please. Oh, Hallelujah. Devarman ki udum. Hallelujah. Of God, breath of God. Hallelujah. Holy Spirit, Holy Spirit, on me, wash me, Hallelujah, cleanse me. Before the mountains touch the sky, Hallelujah, before the stars begin to shine. Your holy breath was over me, holy night, calling light into the mind, the love. You spoke with love, the light you speak with love. You breathed out life, the heavens sang, creation cried. Of God, Come and
Let him go, Holy Spirit, my God. My Spirit, എല്ലാവരും പറയേണ്ട ദൈവം. യേശു, എൻ്റെ പരിശുദ്ധാത്മാവ്, എല്ലാവരും പറയേണ്ട ദൈവം. അപ്പാപിതാവേ, എൻ്റെ ദൈവം, അങ്ങയുടെ ദൈവം, അങ്ങയുടെ ദൈവം. ഞങ്ങൾക്ക് കൊടുത്തത് ആർക്കും കൊടുത്തില്ല. യേശുവിനെ ആർക്കും കൊടുത്തില്ല. യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു. My Jesus, my Jesus, my Jesus, my Jesus. Holy Spirit, എൻ്റെ Holy Spirit, എല്ലാവരും എൻ്റെ Holy Spirit. അവകാശം പറ. പിതാവിനെ കുറിച്ച് എൻ്റെ പരിശുദ്ധാത്മാവിന് അവകാശം. ആദ്യമോട് ഞങ്ങളുടെ നാട്ടിലോട്ട് വേറെ ദൈവമില്ല. വേറെ മാത്രമേ ദൈവം. വേറെ ആരും പോലെ ദൈവം മാത്രമേ. You are giving all praise. Hallelujah. Holy Spirit, ഈ ബലം പോലെ ദൈവത്തിൽ വലിയ സാന്നിധ്യങ്ങൾ ഉത്തരന്റെ സാന്നിധ്യങ്ങൾ തളയ്ക്കപ്പെട്ട ഒരു ആത്മാവിനെ എന്താണ് ദേശാഭിഷേകം ഈ ആനയിലാണ് എന്റെ തളച്ചു തളച്ചു വെച്ചിരിക്കുക ചങ്ങലിട്ട് നിർത്തിയിരിക്കുക പോരാട്ടം പക്ഷെ തളച്ചു നിർത്തിയിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തുടങ്ങിയ പോരാട്ടമാണ്. ഇന്നലെ രാത്രി പിന്നെ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അതെ ഇന്നലെ രാത്രി ഞാൻ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പോര് മാറിയത്. ഭയങ്കര പോരായിരുന്നു. ചെന്ന് കയറിയപ്പോ ഉമ്മരപ്പടി ഡോറ് തുറന്നപ്പോ തുടങ്ങിയതാണ്. തളച്ച് നിർത്തിയിരിക്കും, മനസ്സിലായി ചങ്ങല നിർത്തിയിരിക്കും, ബന്ധിച്ച് നിർത്തിയിരിക്കും. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഭാഷ വീണ്ടും ദൈവം തീക്കത്തിടുന്നു. ഭാഷ വീണ്ടും ശോധന വീണ്ടും കഥാവ് പരിശുദ്ധാത്മാവ് പറയുന്നത് വീണ്ടും പരിശുദ്ധാത്മാവ് തീക്കത്തിടുന്നു. ഈ എന്നെ കാണിക്കുന്നത് ഈ തീക്കകത്ത് തീക്കകത്ത് പാത്രമാണ്. തീക്കകത്ത് പാത്രം ചെറിയൊരു പാത്രമുണ്ട്, വളരെ ചെറുത്. അങ്ങനെയല്ല, നമ്മളൊരു സാധനം പാത്രം ഉണ്ടാക്കിയിട്ട് അത് തീക്കകത്ത് ഇടുന്നു. അതങ്ങ് ആ പാത്രം ചെയ്യും, പക്ഷെ കൂടെ തീയ. അങ്ങനെ ഒരു പാത്രം ഉണ്ടാക്കി ഒരു ചെമ്പിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ലോകത്തിന്റെ പാത്രം, പക്ഷെ അത് തീക്കകത്ത് വെച്ചിരിക്കുക. ആ പാത്രം മുഴുവൻ തീ പിടിച്ചിരിക്കുക. ആ പാത്രത്തിന്റെ ഷേപ്പ് നമുക്കറിയാം, പാത്രമാണ്, പക്ഷെ തീ മനസ്സിലായോ? അതിങ്ങനെ അതിനകത്ത് കളച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ അനുഭവം. മനസ്സിലായോ? അപ്പം അത് വിഷമിക്കണം നടത്താൻ പറയും. അത് ശോധന വെച്ചാൽ ഒരു നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഇതാ. അത് പുറത്തു കൊണ്ടിരിക്കണം, പുറത്തു കൊണ്ടുവരുന്നത് വെള്ള വസ്ത്രധാരി, വെള്ള വസ്ത്രം കൊടുത്ത് രക്ഷിയാണ്. ഈ മുറുക്കി തുക്കി വരുന്ന രക്ഷ ആരെ അതാണ് ജാതി പോരാട്ടമാണ്. രക്ഷയുടെ പോരാട്ടം. ആത്മാവിനെ ബന്ധിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനം കരുത്. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനം കരുത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഓ ശിവ ഹല്ലേലൂയ ശബരവന ശബരകന ഹല്ലേലൂയ ഓ റമനഗതരാസ് ഹല്ലേലൂയ. ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ ഫോട്ടാണ് ഹിന്ദു പോരാട്ടം ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ പോരാട്ടം അന്യദൈവങ്ങളുടെ പോരാട്ടം കാവിൽ നിന്നും Before the mountains touch the sky, before the stars begin to shine, your holy rivers all the calling in He spoke with love. He breathed out the heavens creation Holy Spirit, fill my soul. My faith can come again. ഒരു കുതിരവണ്ടി കഴിയാനിരിക്കും
ക്രിസ്ത്യാനിക്ക് ഭാഷ കളിക്കുന്ന ഒരു ദൂതനായിരിക്കും ഭാഷ കൊണ്ടുപോകും യാത്ര ചെയ്യാൻ മനസ്സിലായോ ഒരു ദൂതൻ ഭാഷ കളിക്കാൻ കളിക്കാൻ പോയ കുതിര കളിക്കാൻ പോകുക ഒരു നല്ല മനോഹരമായ കുതിര കൊണ്ടിരിക്കുക പോയി പണ്ടത്തെ കാലത്ത് കുതിര ചൂടൊക്കെ ടീങ്ങൊക്കെ ഇരിക്കുന്നതായത് അതുപോലെ നമ്മളൊരു ദിവസം കണ്ടതാ നമ്മുടെ മീറ്റിംഗ് ഞാൻ കണ്ടതാ നമ്മൾ ഒരു ബുധനാഴ്ച മീറ്റിംഗിൽ ഞാൻ കണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ലൊരു കുതിര വണ്ടി കാണുന്നു മനോഹരമായ ബ്യൂട്ടിഫുൾ വണ്ടി ഓടിക്കുന്നു മാസമല്ല പോകുന്നു അവർ കൊണ്ടുപോകും കഥാവ് കൊണ്ടുപോകും നമ്മളെല്ലാം കൊണ്ടുപോകും നമ്മുടെ ഇഷ്ടത്തിന് പോകണ്ട അവർ കൊണ്ടുപോകും ദൂതന്മാർ കൊണ്ടുപോകും ഏൽപ്പിച്ചു കൊടുത്താൽ എവിടെ പേരുള്ള ദൈവം കൊണ്ടുപോകും നമ്മളൊന്നും അറിയണ്ട നമ്മൾ ചിലപ്പോൾ നിന്ന് കൊടുത്താൽ നമ്മൾ റെഡിയായി നിന്നാൽ കയറി നോളാൻ പറയും പട്ടണങ്ങളിലൂടെ പോകും ഗ്രാമങ്ങളിലൂടെ പോകും പട്ടണങ്ങളോട് സഞ്ചരിക്കും ഗ്രാമങ്ങളോട് സഞ്ചരിക്കും ആകാശത്തോട് സഞ്ചരിക്കും ഇതെല്ലാം കുതിരവണ്ടിയാണ് പാസ ബുക്ക് ഇരിക്കുന്നത് ഫ്ലൈറ്റ് ആയിരിക്കും പക്ഷെ കുതിരവണ്ടിയിലെ പാസ് ചെയ്യാം ഹെവന്റെ കുതിരവണ്ടിയാണ് ആരെ പോയത് കുതിരവണ്ടിയിൽ അറിയാമോ കുതിരക്കകത്തൊക്കെ നമ്മുടെ പഴയ പ്രവാചകന്മാർ യാത്ര ഈ സ്വർഗത്തിൽ കുതിരയുണ്ട് സ്വർഗത്തിൽ രഥമുണ്ട് അതിനൊരു രഥം ഭാര്യക്കാരനെ കാണിച്ചല്ലോ അപ്പൊ അതിന്റെ അത് ആ ഒരു വാഹനം കർത്താവ് വണ്ടിയുടെ നമ്മൾ ഓർക്കും കുതിരയ്ക്ക് സ്പീഡില്ല പക്ഷെ എന്നെ കർത്താവാണ് വണ്ടിയുടെ നീട്ട് കൊടുക്കുന്ന പോലെയാണ് 120 കാണിക്കുന്നത് നല്ല സ്പീഡ് കൊടുക്കുന്ന കർത്താവ് നല്ല സ്പീഡ് കൊടുക്കുന്ന കുതിര പടയാളി എങ്ങനെ ഒരു വണ്ടിക്കാരി ഒരു വാസിക്കും പടയാളി നമ്മളെങ്ങനെ ഉണ്ടോ ഈ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തെ കണ്ടിട്ട് മന്ത്രിമാരെ ഗോൾഡ് ചങ്ങരൊക്കെ തൂക്കിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒരു കിരീടം വെച്ചിരിക്കുക ഗോൾഡ് ഡ്രസ്സിൽ അദ്ദേഹം ഇത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഡ്രസ്സിൽ ആ ഒഫീഷ്യൽ ഡ്രസ്സിലെ ഭാഷ യാത്രയാണ് ഒഫീഷ്യൽ ഡ്രസ്സിലെ ഭാഷ യാത്രയാണ് മനസ്സിലായോ സാധാരണ നമ്മൾ പോകുന്നത് ഉപദേശമായിട്ട് പോകുന്നത് ഹെവന്റെ റെപ്രസെന്റേറ്റീവ് മന്ത്രി പോകുന്ന പോലെ മനസ്സിലായി ഒരു പടയാളി പോകുന്ന പോലെ കർത്താവ് പറയുന്ന പടയാളി പോകുന്ന പോലെ കർത്താവിന്റെ ഒരു പടയാളി പോകുന്നവർ പോകും പടയാളിയായിട്ടാണ് കാണിക്കുന്നത് മന്ത്രിയായിട്ടല്ല ഈ പടയാളിയായിട്ടാണ് പടയാളിയുടെ ഒരു ഹെഡായിട്ടാണ് ഒരു പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി പോകും മനസ്സിലായി ദൗത്യത്തിന് വെറുതെ പോയല്ലോ കർത്താവ് ദൗത്യത്തിനായി ാകുമ്പോഴത്തേക്ക് പടയാളികള് കുണ്ടം മാറ്റി ഇങ്ങനെ കുണ്ടം കണ്ടിരിക്കുന്ന പടയാളി മാതൃക്കാവക്കാരുണ്ട് മാതൃക്കാവക്കാര് ഇങ്ങനെ രണ്ട് കുന്തം പിടിക്കാൻ കാണിക്കുന്നതാണ് നമ്മളെ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് കുന്തയെ മാറ്റിയിട്ട് അവര് പ്രവേശനം ചെയ്തിരിക്കുക ഡോറ് തുറക്കാൻ പോകും ഡോറ് തുറക്കാൻ പോകും അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ സാധ്യതയ്ക്ക് തന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കടന്നു ചെല്ലുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നു ഒരു പോളം എൻട്രൻസ് ഒരിക്കലും ചെയ്യുക എൻട്രൻസ് ഒരിക്കലും ചെയ്യുക പഞ്ചാബ് കാണിക്കും പഞ്ചാബിൽ ഉണ്ടാവും പഞ്ചാബ് പഞ്ചാബിന്റെ പ്രാർത്ഥന പഞ്ചാബിലെ കാണിക്കുന്നു പഞ്ചാബിലെ
പഞ്ചാബിനായി നന്ദി, പഞ്ചാബിനായി നന്ദി, പഞ്ചാബിനായി നന്ദി. മഹാരാഷ്ട്ര കാണിക്കുന്നു, മഹാരാഷ്ട്ര ബോംബെ കാണിക്കുന്നു. ഞാൻ ഹരിയാന, യു.പി., ബീഹാർ, പഞ്ചാബ് ഈ മഹാരാഷ്ട്ര സ്ത്രീകളെ കാണിക്കുന്നു, നോർത്ത് ഇന്ത്യ സ്ത്രീകളെ കാണിക്കുന്നു. ഈ 4 സ്റ്റേറ്റ് അവർ ഫസ്റ്റ് ട്രിപ്പ് അത് 8 ദൈവാനുവദിച്ചാൽ തെലുങ്കാന പോകും. അത് 8 ബസ്സിലും കാണിച്ചു. ഭാഷ ചെറിയ കൺവെൻഷൻ പോലെ ഉണ്ടോ? ഈ പാരമ്പര്യ ചെറിയ കൺവെൻഷൻ പോലെ ഓർഡിനേഷൻ ഒരു ബാനർ കാണിക്കുന്നു. ബാനർ വലിയ ബാനർ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയെന്ന് കാണിക്കുന്നു. പ്രത്യേകമായ ഒരു ശബന ശവഖാമ ആസ്തി ശരദ ശമ്പര ഹോലി 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 Breath of God. എല്ലാവരും പറഞ്ഞ എല്ലാവരും പുറത്തു വരട്ടെ. എല്ലാവരും പറഞ്ഞു പുറത്തേക്ക് വരണം, പരിശുദ്ധാത്മാവിന്റെ പുറത്തേക്ക് വരണം. ഊതാൻ പറഞ്ഞു ഇവന്റെ ആത്മാവിന് ശക്തിയോടെ ഉള്ളിലുണ്ട്. ഇവന്മാരുടെ ശക്തിയോടെ ഉള്ളിലുണ്ട്. യേശുവേ ഇപ്പം പിടിച്ച മീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പം പിടിച്ച മീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? കർത്താവ് ചോദിക്കുന്നു. ഇന്നലത്തെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഇന്നലത്തെ ഒന്നും കർത്താവിന് വേണ്ട. ഇപ്പൊ നമ്മുടെ ഹാർട്ട് ദൈവം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ സമർപ്പിക്കാനുണ്ടാവും. ഇപ്പൊ നമ്മുടെ സമർപ്പിക്കാൻ പോലെ ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് വരുമോ? എനിക്ക് വേണ്ടി ആര് പോകും? എന്റെ എന്നെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പച്ചാ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഒരു ഫ്രൂട്ടിൽ മുറിച്ചടിക്കാണ് പ്രധാന ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥന പറയുന്നത് ഒരു ജാക്ക് ഫ്രൂട്ട് മുറിച്ച് മറിക്കത്തില്ല, അതുപോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന പറയുന്ന ദിവസങ്ങൾ കൂട്ടിക്കണം, പ്രാർത്ഥന കൂടിക്കണം. അത് ചീച്ച കളയാൻ വിഷയം നോക്കുന്നു, നശിപ്പിച്ച് കളയാൻ വിഷയം നോക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് കൂടുതൽ മുടങ്ങാൻ മണിക്കാം. ജീവിത ശോധനയിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം, പ്രാർത്ഥന കുടിക്കണം. നമ്മുടെ ശോധനയിൽ പ്രാർത്ഥിച്ചോളാം. കുറയത് പ്രാർത്ഥന കുറയത് പുറപ്പെട്ടിരിക്കുന്നു. അത് അവകാശമായി പ്രാർത്ഥിച്ചോളൂ. വിട്ടുകൊടുക്കരുത്, എപ്പോഴും അവകാശമായി പ്രാർത്ഥിച്ചോളാം. ദാനമാണ് എന്റെ ഗിഫ്റ്റാണ് പറഞ്ഞ് ദൈവത്തിന്റെ ഗിഫ്റ്റ് ഞാൻ അവകാശമായി പ്രാർത്ഥിക്കണം. യുദ്ധം ചെയ്യണം, കർത്താവിനെ പിടിച്ചു വാങ്ങിച്ചോ. എപ്പോഴും കറങ്ങിയിട്ടില്ലല്ലോ. ആത്മാവിനെ റിസീവ് ചെയ്യണം. അതുപോലെ യുദ്ധം ചെയ്യാൻ കർത്താവാണ്. ഇത്തരം സമയങ്ങളിൽ പ്രാർത്ഥിച്ചോ. സമയം ഒട്ടും വേസ്റ്റ് ലോകം പേടിയാണ് കർത്താവ് പറയുന്നത്. ഈ ടി വി സ്ക്രീൻ പോലെ സ്ക്രീനുകൾ കർത്താവ് പിടിയാണ്. മൊബൈൽ സ്ക്രീനോ അല്ലെങ്കിൽ സ്ക്രീനുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ കർത്താവ്. സ്ക്രീനുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് കൂടുതൽ ടൈം റിവാർഡ് നമ്മൾ വേൾഡിലെ കാര്യങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് കട്ട് ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കണം. ദൈവത്തെ പ്രാർത്ഥന കൂടുതൽ ആഗ്രഹിക്കും. എല്ലാം കട്ട് ചെയ്ത് വേൾഡ് കട്ട് ചെയ്ത് പക്ഷെ അതിന്റെ അത് ഭാഗം ചീച്ചു വരാൻ നോക്കുന്ന ഒരു ഷായ ധരിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ സൈഡുകളെല്ലാം ചീച്ചു വരാൻ നോക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചമായി കളയാൻ നോക്കുന്നുണ്ട്, തെറിപ്പിച്ച് വാങ്ങിക്കുന്നുണ്ട്. കിട്ടിയ ഫ്രൂട്ട് കളയരുത്, കിട്ടിയ അനുഭവം കളയരുത്. അത് നമ്മൾ പിടിച്ചു പഠിക്കണം, ദൈവമായിട്ട് വിഷായോട് ദൈവത്തോട് നമ്മൾ ചോദിച്ചു പഠിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാലും ആത്മാവ് ശക്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭയങ്കര സാധിക്കത്തോടെ
ശക്തമായ ദിവസമാണ് കേൾക്കൊണ്ടിരിക്കും. യേശുവിന്റെ മുഖം യേശുവിന്റെ മുഖത്ത് യേശുവിന്റെ മുഖത്ത് നോക്കിയാൽ യേശുവിന്റെ മുഖത്ത് നോക്കിയാൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോട് സംസാരിക്കണം, കർത്താവ് സംസാരിക്കണം. ആഗ്രഹം പോലെ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ നിറയ്ക്കുക, സംസാരിക്കണമെന്ന് പറഞ്ഞാൽ സംസാരിക്കും. കർത്താവിലേക്ക് എന്താണ് നമ്മൾ ആഗ്രഹം അതായത് ദിവസത്തിൽ ഒരു വലിയ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഫ്രൂട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഫ്രൂട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഫലം പറഞ്ഞുകൊണ്ടിരിക്കുക. നിറയ്ക്കുന്ന ഒരു ആത്മാവ് വന്നിട്ടുണ്ട്, തേജസ്സിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിച്ചു കൊടുക്കാൻ. കൂടുതലായിട്ട് ഫിൽ ചെയ്യുന്നു, കൂടുതൽ ഫിൽ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ ഫിൽ ചെയ്യണമേ, നിറയ്ക്കണമേ, ശക്തിയെ ഒഴുകട്ടെ കർത്താവേ, ആത്മാവിന്റെ ശക്തിയെ ഒഴുകട്ടെ. കരം നീട്ടി പ്രാർത്ഥിക്കുന്ന നിയമം, കരം നീട്ടി പ്രാർത്ഥിക്കുന്ന നിയമം. സ്ത്രീകൾക്ക് വേണ്ടി കരം ഞാൻ പ്രാർത്ഥിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാം. മാനേജർ പോലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, കരം വരുത്തി പ്രാർത്ഥിക്കാൻ ചില അമേരിക്കൻ ലീഡുകൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Power on us, power on us, power on us. Hallelujah. ഈ മെഷീനിൽ ഒരു ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു തയ്യക്കാരൻ തയ്ക്കുന്ന ഉടുപ്പ് തയ്ക്കുന്ന പോലെ ഒരു ഉടുപ്പ് കർത്താവ് തയ്ച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തെ ദൈവം തയ്ച്ചുകൊണ്ടിരിക്കുക, ജീവിതത്തെ പടന്നുകൊണ്ടിരിക്കുക. ചെറിയ ശോധനയുടെ കടന്നു കർത്താവ് പറയുന്നത് പടന്നുകൊണ്ടിരിക്കുക. നമ്മളെ അത് തകർത്ത് കളയാൻ വേണ്ടിയല്ല, നല്ലൊരു പുതപ്പായിട്ട് നല്ലൊരു ഉടുപ്പായിട്ട് വെളിവരാൻ പോകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവാണ്. നല്ലൊരു പുതപ്പായിട്ട് വെളിവരുവാണ്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു ഉടുപ്പായിട്ട് വെളിവരാൻ പ്രാർത്ഥിക്കുക. ഈ തണുപ്പ് അടിക്കുമ്പോഴത്തേക്ക് പ്രൊട്ടക്ഷൻ വരുന്നത് പോലെ, തണുപ്പടിക്കുമ്പോൾ നമ്മളിങ്ങനെ കറുത്ത ഒരു ഇതില്ലേ, ഒരു ഷോൾ എടുത്തില്ല, അതുപോലെ കർത്താവിൻ്റെ ഒരു കരം വരും. പ്രൊട്ടക്ഷൻ തണുപ്പടിക്കാതിരിക്കുവാൻ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും കർത്താവിനെ സംസാരിക്കണം. All of my Ruha. When my heart is crying and weak, when my faith can come upon like any wine walk, take the sleeping bones, sleeping bones. Hallelujah. Every grand force available. All shake break like waves. പരിശുദ്ധാത്മാവെല്ലാം വിളിച്ചാൽ ഫലവും ഇടയ്ക്ക് കർത്താവ് വന്നിട്ട് പോയി. പ്രതീക്ഷിക്കുന്നു, പക്ഷെ ആദ്യം ഒന്നും കണ്ടായിരുന്നു തന്നെ. യേശുവിനെ കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. ഇവിടെ കാണുമായിരിക്കും. രാത്രി പരിശുദ്ധാത്മാവ് യേശുവിനെ Nothing can compare. You're all living. ദിവസം
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനെ കുഞ്ഞാടിനെ ആരാധിച്ചാൽ ഉള്ളി യേശു മാത്രം എല്ലാം യേശുവിനെ മാത്രം ആരാധിക്കാൻ എല്ലാം മാത്രം എല്ലാം മാത്രം എല്ലാം മാത്രം എല്ലാം മാത്രം യേശുവിനെ മാത്രം യേശുവിനെ മാത്രം യേശുവിനെ മാത്രം only Jesus. Nothing വേറെ ഒന്നും ഓർക്കരുത് യേശുവിനെ മാത്രം യേശുവിനെ മാത്രം എത്രമാത്രം ഇതിന്റെ രാത്രി യേശുവിനെ സ്നേഹിക്കാൻ പറ്റും My Jesus. എല്ലാവരും My Jesus. My Jesus. My Jesus. എന്റെ യേശു എല്ലാവരും വായി തുറന്നോ എന്റെ യേശു എന്റെ യേശു My Jesus. 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 My God. My God. My Holy Spirit. My Jesus. എല്ലാവരും വായി തുറന്നോ My Jesus. My Jesus. ഞാൻ ബ്ലഡിൽ ആശ്രയിക്കുന്നു എല്ലാവരും ബ്ലഡിനെ ആശ്രയിക്കുന്നു the power of the blood of Jesus. യേശുവിനെ രക്തത്തിൽ ആശ്രയിക്കുന്നു യേശുവിനെ ഞങ്ങൾ അറിയുന്നു യേശുവിനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു
name of Jesus. In the name of Jesus. ഇത് പറഞ്ഞ പ്രകാശമോ ഞാൻ വിളിച്ചമോ നേരിട്ടല്ല ഹല്ലേലൂയ ഞാൻ പ്രകാശമോ ഇത് പറഞ്ഞ പ്രകാശമോ ഞാൻ കണ്ടുകഴിഞ്ഞ പ്രകാശമോ ഞാൻ മലയിലെ പട്ടണമോ എല്ലാവരും യേശു പറഞ്ഞതുപോലെ ഞാൻ മലയിലെ പട്ടണമോ ഞാൻ പ്രകാശമോ എന്റെ മകളുടെ പ്രകാശമോ രാജ്യത്തെ പ്രകാശമോ എന്റെ പട്ടണത്തിലെ പ്രകാശമോ അമ്മയുടെ പ്രകാശമോ ഹല്ലേലൂയ അമ്മയുടെ പ്രകാശമോ അമ്മയുടെ പ്രകാശമോ പ്രകാശമാണ് ഈ രാജ്യത്തെ പ്രകാശമാണ് ഈ രാജ്യത്തിന്റെ പ്രകാശമാണ് ടെക്സസിന്റെ പ്രകാശമാണ് അമേരിക്കയുടെ പ്രകാശമാണ് ഇന്ത്യയുടെ പ്രകാശമാണ് ഭൂമിയുടെ പ്രകാശമാണ് പ്രകാശമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ് നെയിം ബൈബിളിൽ പ്രകാശമാണ് പ്രകാശമാണ് ഞാൻ ചർച്ചയുടെ പ്രകാശമാണ് ഞാൻ പകടിയുടെ പ്രകാശമാണ് ഞാൻ ഇരുട്ടത്ത് പ്രകാശിക്കുന്ന പ്രകാശമാണ് എന്റെ മുന്നോട്ട് ഞാൻ പ്രകാശമാണ് ജോലിയുടെ പ്രകാശമാണ് ഓരോ വെള്ളത്തിന് കർത്താവ് പിടിച്ചു പിടിച്ച് കൊക്കെടുക്കുക യേശുവിന്റെ നാമത്തിൽ You're my master, you're my redeemer, King of kings, my Jesus, you're my Jesus, you're my Jesus, you're my Jesus, you're my Jesus, I serve you Jesus, I serve you Jesus, you're my Jesus, I serve you. He's holy. He's holy. Hallelujah. Amen. Amen. ദൈവം ഹോളിയായിരിക്കുന്നു നമ്മളെ ഹോളിയായിരിക്കണം പ്രാർത്ഥിച്ചാൽ He's holy. Jesus is holy. Holy Spirit is holy. Holy, holy, holy. ഉദമാരെങ്കിലും വിളിച്ചു പറഞ്ഞു പിതാവ് നീ ഹോളിയാണ് പുത്രൻ നീ ഹോളിയാണ് പരിശുദ്ധാത്മ ഹോളിയാണ് ഹല്ലേലൂയ നമ്മൾ ഹോളിയെ പ്രാർത്ഥിച്ചാൽ Hallelujah.
What is the Lamb? You are holy, holy. Are you Lord God Almighty? What is the Lamb? What is the Lamb? You are holy. Again. Yeshua holy. Pilavati holy. Shadhanaya Vishuddhātmāva holy. Shadhanaya Pilavati holy. Shadhanaya Vishuddhātmāva holy. Shadhanaya Vishuddhātmāva holy. We worship you. We surrender you. Hallelujah. Dedication to Jesus in the Hallelujah. Jesus in survival. Hallelujah. Holy life. Just the voices now. Holy, hallelujah, Almighty. What is the Lamb? What is the Lamb? You are holy. He's holy. He's holy. Everybody come on, he's holy. Everyone singing it again. Lift our hands to the Lord. Come on. Lord, we thank. Keep singing. Lord, I thank you for your presence here. Hallelujah, He's holy. He's holy. Hallelujah, He's holy. He's holy God. Touch us tonight. Touch. Welcome you, Holy Spirit. We welcome you. Holy Spirit, fill. More power. Possess us and have us. More power. More grace. Lift our eyes from this More world. sanity. More presence. More rain, more presence. More power. Hallelujah. Hallelujah. Yeshua Sanctum. Hallelujah. Shabbat. Worthy is the Lamb. Worthy is the Lamb. Give us the spirit of worship. Spirit is the holy. Worship you, Jesus. Begin to move and do what only you can do. Touch your people, Lord.
ദൈവശബ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കർത്താവെ സംസാരിക്കുന്നതാണ്. കർത്താവെ സംസാരിക്കണമേ. എല്ലാവരും കർത്താവെ സംസാരിക്കണമേ. അതിനുള്ള ചെറികളെ കേൾപ്പിക്കുന്നു. ഡം സ്പിരിറ്റിനെ ശാസിക്കുന്നു. ഓടിച്ചുവരുന്നമായ ആത്മാവെ പോകും. ദൈവശബ്ദങ്ങൾ ഹെവിനെസ്സും അപേക്ഷിക്കുന്നതാണ്. എല്ലാ ഹെവിനെസ്സും പോകണം. യെസ്, ഹെവിനെസ് സ്പിരിറ്റിനെ ശാസിക്കുന്നു. ഡിപ്രഷനെ ശാസിക്കുന്നു. സ്കിൻ ഡിസീസിനെ ശാസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കണ്ണുകളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കാഴ്ചകൾ മടങ്ങി വരട്ടെ. ഞാൻ ഏറ്റെടുക്കുന്നു. In the name of Jesus. കാറ്ററാക്റ്റുകൾ വിട്ടുമാറട്ടെ. In the name of Jesus. കാറ്ററാക്റ്റുകൾ In the name of Jesus. വിട്ടുമാറട്ടെ. In the name of Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യം. പൂർണ്ണ സൗഖ്യം. കണ്ണുകൾക്ക് പൂർണ്ണ സൗഖ്യം. പൂർണ്ണ അതേ സൗഖ്യം. കർത്താവേ, മോശയുടെ ദൈവം രക്ഷിക്കാതെ കണ്ണു അവസ്ഥയിൽ ജനമാകട്ടെ. വയറിനകത്തെ മുഴകളൊക്കെ മാറിപ്പോട്ടെ. എല്ലാ ശ്വാസങ്ങളും ഹല്ലേലൂയ. എടുക്കുന്നു. അശുദ്ധിയൊക്കെ നോക്കണ്ടാകണേ. ശാസിക്കുന്നു. In the name of Jesus. ശ്വാസമുട്ടൽ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ചൊറിച്ചിലുകൾ മാറിപ്പോട്ടെ. സ്കിൻ ചൊറിച്ചിലുകൾ മാറിപ്പോട്ടെ. In the name of Jesus. ഹല്ലേലൂയ. വൈശാഖ്യ മന്ത്രങ്ങളെ കത്തിച്ചു കളയുക. നിങ്ങളുടെ രോഗാത്മാവിനെ കത്തിച്ചു കളയുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ ജീസസ് വെരിക്കോസിനെ സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കട്ടെ. ആത്മീയ ശാസ്ത്രം ശ്വാസമുട്ടൽ വിട്ടുമാറട്ടെ. In the name of Jesus. Hallelujah. ബിപിയൊക്കെ നോർമൽ ആകട്ടെ. In the name of Jesus. ഷുഗർ നോർമൽ ആകട്ടെ. Hallelujah. തലവേദന മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. തലയ്ക്കകത്ത ഭാരങ്ങൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ചെവിവേദന മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. തൈറോയ്ഡ് മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. Be healed. Be healed. Touch. Psoriasis മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ. Be healed. Cancer patientsനെ സൗഖ്യമാകും. ട്യൂമറുകൾ മാറിപ്പോട്ടെ. മുടനെ എഴുതി കിടക്കട്ടെ. ചിലർക്ക് ട്യൂമർ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പാരലൈസുകളുടെ ചാടി നിൽക്കട്ടെ. വീൽചെയർ കിടക്കുന്നവരുടെ ചാടി നിൽക്കട്ടെ. In the name of Jesus. സ്ട്രക്ചർ വന്നിട്ട് സൗഖ്യമായി എഴുതി കിടക്കട്ടെ. In the name of Jesus. ഹല്ലേലൂയ. അത്ഭുതം വായിക്കുന്ന അത്ഭുതം പറഞ്ഞാൽ അത്ഭുതം നടക്കട്ടെ. നമ്മുടെ കമ്പനിയുടെ വിഷയം പറഞ്ഞാൽ പോരാട്ടങ്ങൾ മാറ്റം കൽപ്പിച്ചാൽ കമ്പനികളുടെ പോരാട്ടങ്ങൾ ശാസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ ആരാണ്, നിങ്ങളുടെ കമ്പനിയിൽ ആരാണ് ശാസിച്ച് പ്രാർത്ഥിച്ചാൽ ആ ശക്തിയെ ശാസിക്കുന്നു. യെസ്, ശാസിക്കുന്നു. വ്യക്തിയുടെ പേര് പറയുന്നത് അതിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിനെ ബന്ധിക്കുന്നു. In the name of Jesus. എല്ലാ മോണിറ്ററിംഗ് ശക്തികളെ ശാസിക്കുന്ന ദേശാംശങ്ങളുടെ മുകളിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ. The voice of the woman മുകളിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. കറമ്പരുടെ നിൽക്കുന്ന മുകളിൽ ശാസിക്കുന്നു. കർത്താവ് വെള്ളുമ്പരുടെ നിൽക്കുന്ന മുകളിൽ ശാസിക്കുന്നു. ജീസസ് സമർപ്പിച്ചു കൊടുത്താൽ നന്മകളെ ചേർക്കുന്ന പാലിക്കുന്ന മുകളിൽ ശാസിക്കുന്നു. കടമെടുക്കുന്ന മുകളിൽ ശാസിക്കുന്നു. എല്ലാം കമാവുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാം മാറിപ്പോട്ടെ. വേദനയുടെ പ്രയാസപ്പെടുന്നു. സമാധാനങ്ങളുടെ ശാസിക്കുന്നു. സമാധാനയുടെ മുകളിൽ ശാസിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന മുകളിൽ ശാസിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന മുകളിൽ ശാസിക്കുന്നു. ഭാവി ജീവിതത്തിൽ നിൽക്കുന്ന മുകളിൽ ശാസിക്കുന്നു.
അവരുടെ വിവാഹം തക്ക സമയം നടക്കാതിരിക്കാൻ നോക്കുന്ന വീടുകളെ ശാസിക്കുന്നു. യേശുവിനെ അതെല്ലാം എല്ലാവരും ചർച്ചയിൽ വരാത്ത ആ പിടിച്ചു വെച്ചുകാരനെ ശാസിക്കുന്നു. വിശ്വാസത്തെ തടയുന്ന വീടുകളെ ശാസിക്കുന്നു. കുഞ്ഞുങ്ങളെ പിടിച്ചു വെക്കുന്ന വീടുകളെ ശാസിക്കുന്നു. ഐസൊലേറ്റ് ചെയ്യുന്ന വീടുകളെ ശാസിക്കുന്നു. കോളേജിലോട്ട് പോകാൻ പറ്റാത്ത വീടുകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭയത്തിനാത്മാവിനെ ശാസിക്കുന്നു. ഭയപ്പെടുന്നവരുടെ ശാസിക്കുന്നു. Spirit of fear, come out in the name of Jesus. Come out in the name of Jesus. Hallelujah. Come out in the name of Jesus. Spirit of fear, come out in the name of Jesus. ഉറക്കമാനസ്തി. ഉറക്കത്തിൽ അശുചിക്കുന്നവരുടെ ശാസിക്കുന്നു. ദുഷ്ടസംപ്രദായങ്ങളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. റാഖാമാനസ്തി. നിങ്ങളുടെ വിഷയം എല്ലാ ദിവസവും പറഞ്ഞാലും ദിവസം പറഞ്ഞാലും നിങ്ങളുടെ വ്യവസായത്തെ നിങ്ങൾ പറഞ്ഞാലും വ്യവസായത്തിനോട് നിങ്ങൾ പറഞ്ഞാൽ വായ്പ സംസാരിച്ചാലും നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യപ്പെടുന്നു. നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യപ്പെടുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹം വേറെ നമ്മുടെ വിഷയം നമുക്കറിയാം. നമ്മുടെ വിചാരം എപ്പോഴും നമുക്ക് വേറെ പ്രാർത്ഥിക്കണം. വേറെ എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മളാഗ്രഹം. പക്ഷെ അതല്ല കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അധികാരം വന്നിരിക്കുന്നു. രാത്രി അധികാരം ഉപയോഗിച്ചാലും യേശുവിന്റെ നാമത്തിൽ ഉപയോഗിച്ചാലും നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് പറ, ആ തൈറോയിഡ് ഞാൻ ശാസിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് പറ, ആ പോരിനെ ശാസിക്കുകയാണ്. ഇന്ന് ജീസസ്. നിങ്ങൾ ഓരോരുത്തരുടെ കുഞ്ഞുങ്ങളുടെ പേര് പറ, അവരിലുള്ള പ്രശ്നങ്ങളെ ശാസിക്കുന്നു. അവരുടെ ഭാവി ജീവിതത്തിൽ തകർക്കുന്ന വീടുകളിൽ ശാസിക്കുന്നു. അവരെ മുന്നോട്ട് എടുക്കുന്ന വാദിക്കുന്ന വീടുകളിൽ ശാസിക്കുന്നു. മൂന്ന് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. In the name of Jesus. എല്ലാവരും ഞങ്ങളുടെ ബുദ്ധി യേശു തെക്ക തെളിക്കുന്നു. എല്ലാവരും ബുദ്ധി യേശു തെക്ക തെളിക്കണം. ബ്രെയിനിൽ പോരാടുന്നു, ബുദ്ധിയെ പോരാടുന്നു, ചിന്തകൾ പോരാടുന്നു. അന്ധകാര ശക്തിയെ മാറി നിൽക്കുന്നേ. അപകടം ഉണ്ടാക്കുന്ന ശക്തിയെ ശാസിച്ചാൽ അപകടം ഉണ്ടാക്കാവുന്ന ശക്തിയെ ശാസിക്കും. നിങ്ങളുടെ ജോലിയിൽ പ്രശ്നം ഉണ്ടാക്കാവുന്ന ശാസിക്കും. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വിഷയം പറ. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ തന്നെ വായത്തോടെ ദൈവത്തോട് സംസാരിക്കണം. ആത്മാവിന്റെ മയക്കൊടുന്ന ശാസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ മനസ്സ് മാറ്റുന്ന ശാസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ മയക്കുന്ന ശാസിക്കുന്നു. പ്രാർത്ഥിപ്പിക്കാതിരിക്കുന്ന ശാസിക്കുന്നു. ഈ ലോകത്തിന്റെ ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് നിങ്ങളെ ശാസിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാൽ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ. ആത്മാവെല്ലാം വെളിപ്പെടുത്തി തരത്തില്ല. ഓരോരുത്തരുടെ വിഷയം നിങ്ങൾ പറഞ്ഞു. ചിലർക്ക് ഭാവസ്വഭാവം വിട്ടു മാറാൻ പറ്റുന്നത്. യേശുവിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശാസിക്കുന്നു. കിൽ ദ ഫ്ലഷ്. ഫ്ലഷിനെ അവർ കൊല്ലുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഫ്ലഷിനെ കൊല്ലുകയാണ്. ദൈവമില്ലാത്ത ആരുടെ ഭവനത്തിൽ വരിക. എന്താ പറയുക? ദൈവമില്ലാത്ത ആരുടെ ഭവനത്തിൽ വരിക. യേശുവിന്റെ നാമത്തിൽ ദൈവമില്ലാത്ത ആരുടെ കോമ്പൗണ്ടിയുടെ ഭവനത്തിൽ വരുന്നത്. ദൈവമില്ലാത്ത ആരുടെ കാറിൽ കയറുന്നത്. ദൈവമില്ലാത്ത ആരുടെ ഭവനത്തിൽ വരുന്നത്. ദേശത്ത് പോലും വരുന്നത്. അനേകര് ഈ സ്റ്റേറ്റുകളുടെ അവിടുന്നെല്ലാം ഒന്ന് കയറുക. രാത്രി പറയാം, ദൈവമില്ലാത്ത ആര് സ്റ്റേറ്റ് വരുന്നത്. ദൈവം അയക്കുന്നതിൽ മാത്രമേ സ്റ്റേറ്റ് വരാവുള്ളൂ. ഇവിടുന്ന് പുറത്താക്കി സ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കുന്നവരെല്ലാം കർത്താവ് പുറത്താക്കണം. ഇതൊരു ദൈവരാജ്യമാക്കി മാറ്റണം. സ്റ്റേറ്റ് ഒരു ദൈവരാജ്യമാക്കി മാറ്റണം. നിങ്ങൾ പറഞ്ഞത് ഈ സ്റ്റേറ്റ് ഒരു ദൈവരാജ്യമാക്കി മാറ്റണം. കർത്താവ് ടെക്സസ് ഒരു ദൈവരാജ്യമാക്കി മാറ്റണം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട സ്റ്റേറ്റ് ആക്കി മാറ്റണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തോട്ട് പ്രാർത്ഥിക്കേണ്ടവരാ. എല്ലാ മുസ്ലിം ശക്തികളെ ശാസിക്കുന്നു. എല്ലാ ഹിന്ദു ശക്തികളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഭരിക്കുന്ന എല്ലാ ക്രിസ്ത്യൻസ് ആയിട്ട് വരണം. പ്രാർത്ഥിക്കും. ദൈവീയമുള്ളവരായി വേറെ ആരും വേറെ അന്യജാതിക്കാരികളുടെ ഭരിക്കാൻ വരുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് കർത്താവേ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളവർ മാത്രമായിരിക്കണം. ദൈവത്തിന്റെ ശാന്തിപ്രകാരായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. ഇന്ത്യ രാഷ്ട്രമായി തരണം. ഇന്ത്യ ക്രിസ്ത്യൻ രാഷ്ട്രമായി തരണം കർത്താവേ. ക്രിസ്ത്യ വലിയ ഉണർവുണ്ടാകട്ടെ കർത്താവേ. പ്രാർത്ഥിക്കുന്നതിന്
നിങ്ങളുടെ രോഗമുള്ളത് ദൈവിച്ച് പ്രാർത്ഥിച്ചാൽ എവിടെയാണ് രോഗമുള്ളത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എവിടെയാണ് രോഗം ദൈവിച്ച് തലയിലാണെങ്കിൽ തലയിൽ, നിങ്ങളുടെ സ്കിന്നാണെങ്കിൽ സ്കിന്നിൽ, നിങ്ങളുടെ കണ്ണിലാണ് കണ്ണിൽ, എവിടെയാണ് രോഗം വെച്ച് പ്രാർത്ഥിച്ചത് എന്നിട്ട് പറ യേശുവിന്റെ നാമത്തെ രോഗത്തെ ശാസിക്കുന്ന പറ. നിങ്ങൾ തന്നെ പറ എന്റെ യേശുവിന്റെ നാമത്തെ എന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാരെ ശാസിക്കുന്നു. നിങ്ങൾ പറ ഇത് യേശുവിന്റെ മന്ദിരമാണ്. നിങ്ങൾ പറ യേശുവിന്റെ മന്ദിരമാണ്. നിങ്ങൾ തന്നെ പറ യേശുവിന്റെ മന്ദിരമാണ്. രോഗാത്മാവിനെ തിരിക്കാൻ പറ്റത്തില്ല. രോഗാത്മാവിനെ തിരിക്കാൻ പറ്റത്തില്ല. രോഗാത്മാവിന്റെ തിരിക്കാൻ പറ്റത്തില്ല. കമൗട്ട് 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 കമൗട്ട്. പിശാചിനെ തിരിക്കാൻ പറ്റത്തില്ല. ഒരു ഡീമൺസിനെ തിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വെളിയിലെ പുറത്താക്കുന്നു. പറ ദൈവത്തിന്റെ സാന്നിധ്യം പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തെ പുറത്താക്കുന്നു. എന്നെ പുറത്താക്കുന്നു. പുറത്തുള്ളത് യേശു എന്നെ കാണിക്കുന്ന കർത്താവിനെ ഈ മനുഷ്യന്റെ ഓർഡറെ പിടിച്ച് പുറത്തുള്ളത് പോലെ അതിന് ഉള്ളിൽ തല്ലും തള്ളു. പലതിനെ ഉള്ളിൽ തള്ളിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പലതിനെ ഓർഡറെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ രോഗം നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ പറ നിങ്ങൾക്ക് കുഴപ്പമില്ല. യേശുവിന്റെ നാമത്തിന്റെ കണ്ണുകൾ സൗഖ്യമാകുകയാണ്. നിങ്ങൾ തലയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ പറ തല സൗഖ്യമാകുകയാണ്. എന്റെ തലയ്ക്കകത്ത് എല്ലാ പേരിലും ശാസിക്കുന്നു. ഹല്ലേലൂയ. മുടികുഴിച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറ മുടിയെ ഞാൻ മടക്കി വരുത്തുകയാണ്. റിസ്റ്റോർ മൈ ഹെയർസ്. നിങ്ങൾ പറ നിങ്ങൾ തന്നെ പറ സ്കിൻ ഡിസീസ് പറ യേശുവിന്റെ സ്കിൻ ഡിസീസ് മാറുകയാണ്. നിങ്ങൾ തന്നെ കാരണം സ്കിന്നെ വെച്ചിട്ട് പറ സ്കിൻ ഡിസീസ് മാറുകയാണ്. In the name of Jesus. Hallelujah. Rakamanasi. നമ്മൾ പറയുന്നത് നിങ്ങൾ സ്വന്തം പറഞ്ഞിരിക്കും. അതുമായിട്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരിക്കും. നിങ്ങളുടെ സ്തോത്രത്തോട് പറ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നതാണ്. മലയാളികളുടെ ഏറ്റവും വലിയ വിഷയമാണ് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്വന്തം പറയാൻ പറഞ്ഞതേ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ബൈബിൾ വായിക്കാൻ പറഞ്ഞതേ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ വായി തന്നെ തുറന്നു ദിവസം പറയണം. സകല അധികാരങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുക. ഇനിയാണ് കർത്താവ് അധികാരം കൊടുത്തിരുന്നത്. വീണ്ടും പിന്നെ രാജ്യത്തോടുള്ള ദൈവം ചെയ്യത്തില്ല. അത് നമ്മളാദ്യം മനസ്സിലാക്കുക. ഇത് നമ്മളങ്ങനെ പഠിച്ചുപോയി. നമ്മളങ്ങനെ പഠിച്ചുപോയി. പഠിച്ചുപോയോ ദൈവം സകല അധികാരങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുക. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നമുക്ക് സകല അധികാരം ആത്മാവിൽ തന്നിരിക്കുക. അത് മനസ്സിലാക്കി നിങ്ങൾ നമ്മുടെ വായത്തോടെ സംസാരിക്കണം. പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈവനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ വിചാരങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങി പറ. നിങ്ങൾക്ക് അഭിചാരമുണ്ട്, ആരെങ്കിലും പോരാട്ടം ഉണ്ടാകും. ശരീരത്തിൽ ശ്വാസം അകറ്റണം. പിശാചിനെ പറ്റത്തിരിക്കാൻ വരാൻ പറ്റില്ല. നമ്മൾ അവരെ അംഗീകരിച്ചു കൊടുക്കരുത്. അവരെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ വരുന്നത്. അവരെ മൈൻഡ് ചെയ്യരുത്. പണി നോക്കാൻ പറഞ്ഞു. പണി നോക്കാൻ പറഞ്ഞു. നമ്മളെന്നും പോരാട്ടം ജീവിതത്തിൽ പോരാട്ടത്തിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങളെന്നും ചെയ്ത് പോരാട്ടമായിരിക്കും. പോരാട്ടത്തെ ശാസിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ വരുമ്പോൾ പിശാച് കൊണ്ടുവരുമ്പോൾ പോ പിശാച് എന്ന് പറയണം. ഇറങ്ങി പോകണം. പിശാച് എന്റെ ചിന്തകൾ ഇറങ്ങി പോകണം. നമ്മളെ അധികാരം ഉപയോഗിക്കും. നമ്മൾ അധികാരം നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചിട്ട് മാത്രമേ ഡെലിവറൻസ് നടക്കത്തുള്ളൂ. ഒരു വർഷം 1.5 വർഷമാണ് ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾ അധികാരം ഉപയോഗിക്കണം. യാചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യത്തില്ല. നമ്മളൊന്ന് യാചിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ചെയ്ത് കാരണം ദൈവം കർത്താവ് ദൈവം നമുക്ക് ഓരോ അധികാരം തന്നിരിക്കുന്നു. ക്ലെയിം ചെയ്തെടുക്കണം. നിങ്ങളിപ്പോ ഒരു ഇൻഷുറൻസിന് ഒരു 10,000 രൂപ അടച്ചു. പക്ഷേ നിങ്ങൾ പിന്നെ കണക്ക് നോക്കി എല്ലാം വന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് $3,000 അടച്ചാൽ മതിയായിരുന്നു. ബാക്കി എത്ര കിടപ്പുണ്ട്? എത്രയുണ്ട്? 7,000. അത് ആരുടെ പൈസയാണ്? നമ്മുടെ പൈസയാണ്. ഇൻഷുറൻസുകാരെ കൊണ്ട് തിരിച്ചു തരുമോ? അവൻ തരത്തില്ല. അവനവിടെ മിണ്ടാതിരിക്കും. പക്ഷെ അത് ആരുടെ അക്കൗണ്ടിലുണ്ട്? നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അല്ലേ? ഇൻഷുറൻസുകാരൻ വിളിച്ചിട്ട് നമ്മളെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയത്തില്ല നിങ്ങളൊരു $7,000 എക്സ്ട്രാ അടച്ചിരിക്കുകയാണ്, ഞങ്ങൾ റീഫണ്ട് ചെയ്യുന്നത്. അവർ പറയരുത്. ഇറ്റ്സ് എ ബിസിനസ്. പക്ഷെ ക്ലെയിം ചെയ്യേണ്ട നമ്മുടെ ആവശ്യം അല്ലേ? നമ്മളെ പിറ്റേ ദിവസം വിളിക്കണം. എന്ത് പറയണം? ഞങ്ങളുടെ $7,000 എക്സ്ട്രാ അടച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് മടക്കി തരണം അല്ലേ? എന്നാലാണ് അവർ ഫോം പറഞ്ഞത്. ഫോം ഫില്ല് ചെയ്യുക അല്ലേ? നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾ ഫാക്സ് ചെയ്യുക, നിങ്ങൾ ഇമെയിൽ ചെയ്യുക. അങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് അല്ലേ? സെയിം തിങ്. നിങ്ങളുടെ രോഗസൗഖ്യം നിങ്ങൾ ക്ലെയിം ചെയ്യണം. നിങ്ങളുടെ കടമാരങ്ങൾ നിങ്ങൾ എന്താണ് ശാസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പോരാട്ടമുള്ള പോരാട്ടം പറഞ്ഞ് ജീവിതം മുഴുവൻ നിങ്ങൾ പറയുന്നത് മരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ചവിട്ടിക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോരാട്ടം എന്ന് പറയും. നോ,
ഹല്ലേലൂയ. നമ്മൾ പറയണം, നമ്മളൊന്നും പറയണം. അവർ എഴുന്നേറ്റ് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് പ്ലീസ് കം വാക്ക് വിത്ത് മീ. സറണ്ടർ ചെയ്യാം, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കും. ആ വിശ്വാസം വേണം. ആര് കൂടെ നടക്കും? പറഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പറയരുത് ഞാൻ സാത്താൻ എന്റെ പുറകെ നടക്കാം, പിശാച് കൂടെ എന്റെ പുറകെ, അങ്ങനെ പറയരുത്. ആര് കൂടെ ഉണ്ട്? ആ വിശ്വാസം നമുക്ക് വേണം. ആ ഒരു ബ്രെയിൻ, നമ്മുടെ മൈൻഡ് മാറ്റണം. പെന്റിക്കോസ്റ്റൽ, മലയാളം പെന്റിക്കോസ്റ്റൽ സ്റ്റൈലേ മാറും. നമ്മൾ ബൈബിൾ നോക്കും, ബൈബിൾ പഠിക്കും. അപ്പോൾ അത് നടന്നിട്ട് എന്താണ്? പരിശുദ്ധാത്മ നമ്മുടെ കൂടെയുണ്ട്, ദൈവസ്ഥാനത്തിനുണ്ട്. സകല അധികാരം, പാമ്പുകളിൽ തേളുകളിൽ ശത്രു സകലവനത്തെ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഒരു ദോഷവും സംഭവിക്കത്തില്ല. അടുത്ത നിങ്ങളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ, അല്ലെങ്കിൽ കുളിച്ച് എല്ലാം റെഡിയായി പ്രാർത്ഥിച്ചു, ആ ദിവസം എല്ലാം സറണ്ടർ ചെയ്തു. രക്തത്തിൽ നിങ്ങളെല്ലാം മുദ്രയാണ്. കാരണം എന്താണ്? എല്ലാം പ്രൊട്ടക്ഷന് വേണ്ടി എല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ആക്കി. കർത്താവിൻ്റെ കമ്പനി ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് മുന്നേ കടന്നുപോയി നിരപ്പാക്കി താമ്രഭാഗത്തൊക്കെ തീരുമാനം കണ്ടിച്ചു കളഞ്ഞല്ലേ. വാഹനത്തിൽ കയറിയിരുന്നു, പരിശുദ്ധാത്മാവിനെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചു. വാഹനം പരിശുദ്ധാത്മാവിൻ്റെ ടേക്കത്തിലെല്ലാം മുദ്ര ചെയ്ത്. പിന്നെ നമ്മളല്ല യാത്ര ചെയ്യുന്നത്, കർത്താവ് കൂടെ ഇരിക്കുക. വർഷിപ്പ് ചെയ്ത് നമുക്ക് പോകണം. വേറെ ഒന്നും ചിന്തിക്കരുത്. വർഷിപ്പ് ചെയ്ത് ആരാധിച്ച് നമുക്ക് പോകണം. ഹല്ലേലൂയ. അവർ ചെന്ന് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഒന്നും നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. കേട്ടോ, മാറി നിങ്ങൾ ശാസിക്കണം. യേശുവിൻ്റെ നാമത്തെ സ്പിരിറ്റിനെ ശാസിക്കും. മനസ്സിലായോ? അവനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്താണ്? നമ്മളതിനെതിരെ തർക്കിക്കാനും വാദിക്കാനും നമ്മൾ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്പിരിറ്റിനെ ശാസിച്ചാൽ നമുക്ക് ആരോടും പിണക്കില്ല. ഉണ്ടോ? നമുക്ക് ലോകത്തെ ഒരു വ്യക്തികളോടും പാസ് പിണക്കമുണ്ടോ? ഇല്ല. നമുക്ക് ആ വ്യക്തികളോട് പിണക്കമില്ല. പക്ഷെ അവർ വ്യാപരിക്കുന്ന അല്ല, നമുക്ക് അവരോട് പിണക്കൊന്നുമില്ല. നമുക്ക് ലോകത്തിൽ ഒരു വ്യക്തി, നമ്മുടെ ഇപ്പോൾ ആര് ആവിചാരം ചെയ്താലും ശരി, ആര് നമുക്കെതിരെ പറഞ്ഞാലും, കള്ളം പറഞ്ഞാലും, നോള പറഞ്ഞാലും ഒന്നും നമുക്ക് വിശ്വാസമില്ല. അവരോട് പ്രശ്നമില്ല. അങ്ങനെ പറയപ്പെടും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് സ്പിരിറ്റുമായിട്ട് ബന്ധം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സ്പിരിറ്റിനോടാണ്, നിങ്ങളോട് ആരോട് വരും? അല്ലേ? ഞാൻ മോഹമൊക്കെയല്ല സംസാരിക്കുന്നത്, സ്പിരിറ്റിനോട് സംസാരിക്കുന്നത്. നമ്മളെ ബോഡി എന്തിനാ? നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതൊരു ഷെല്ലാണ്, ഒരു ഷെല്ലാണ്. നമ്മളൊരു ഷെല്ലാണ്, അല്ലെങ്കിൽ ഒരു കൂടാരമാണ്. ഓരോസിന്റെ ഭാഷയിൽ കൂടാരമാണ്. ഇതൊരു കൂടാരമാണ്, ഇതൊരു ഷെല്ല. ഇത് എപ്പോഴാണ് ഷെല്ല് പോകും? ഇത് നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ആക്കി വെച്ചിരിക്കുന്ന ഷെല്ല്. പക്ഷെ നമ്മളോട് ദൈവം സംസാരിക്കും സ്പിരിറ്റ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സ്പിരിറ്റിലാണ് സംസാരിക്കേണ്ടത്. ദൈവത്തോട് സംസാരിക്കുന്നു. പിശാചാരാ? സ്പിരിറ്റാ. ഈവിൾ സ്പിരിറ്റ് എന്തോ? സ്പിരിറ്റാ. ഗോഡ് സ്പിരിറ്റ് സ്പിരിറ്റാ. അപ്പൊ നമ്മൾ പോരാട്ട സ്പിരിറ്റിനോട്, അല്ല നമ്മൾ വേറെ ജനത്തോടൊന്നുമല്ല. നമ്മളത് ഞാനിങ്ങോട്ട് പോരാ കാര്യം എന്ന് പറഞ്ഞു, ഒരു മനുഷ്യന്റെ സ്വഭാവം അവൻ ജനിക്കുമ്പോഴേ തന്നെ ചിലപ്പോൾ സ്വഭാവം ഉണ്ടാവും. സ്പിരിറ്റ് കൊണ്ടുവന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. സ്പിരിറ്റ് ആണോ അത് അവന്റെ ജന്മന തന്നെ ഉള്ളതാണോ? അല്ലേ? ജന്മന തന്നെ ഉണ്ടെങ്കിൽ അവൻ തന്നെ അവന്റെ ഫ്ലഷിനെ കൊണ്ടവൻ അവൻ തന്നെ ശരിയാക്കി എടുക്കണം. എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം അവരത്തോടും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. പക്ഷേ സ്പിരിറ്റ് ആണെങ്കിലോ മാറും. അപ്പൊ നമ്മൾ ആ സ്പിരിറ്റിനെ ശാസിക്കണം. അപ്പൊ നമുക്കൊരു പോരാട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കണം നമ്മൾ, ഇത് സ്പിരിറ്റ് ആണോ ദൈവം എന്നെ ദൈവം ഉടയ്ക്കാൻ വേണ്ടിയാണോ? നമ്മൾ ദൈവത്തോട് ചോദിക്കണം. സ്പിരിറ്റ് ആണോ? അതിനെ പരിശുദ്ധാത്മാവായിട്ട് നടക്കുന്നത്. ഇത് സ്പിരിറ്റ് ആണ്. അത് ദൈവം എന്നെ ഉടയ്ക്കാൻ വേണ്ടിയാണ്, അത് ദൈവം എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ദൈവത്തിന് നാമക്കപ്പെടുവാനുണ്ടോ? അങ്ങനെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവ് പറയും. നമുക്ക് പറയാവുന്നത് സ്പിരിറ്റാണെങ്കിൽ ശാസിക്കാൻ പറയും. സിമ്പിൾ. പിശാചെന്ന് പറഞ്ഞാൽ അതാണ് കഴിക്കുന്നത്. പിശാചിനോട് നിങ്ങൾ എതിർത്ത് കേൾപ്പേൻ, അവൻ നിങ്ങൾ വിട്ട് ഓടിപ്പോന്ന് പറയുന്നത്. ദൈവത്തിനല്ല പറയുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കാം. ദൈവത്തിനും ദൈവത്തിനും വിശ്വസിക്കാം. ദൈവത്തിനെ വായിക്കുകയും ചെയ്യണം, വിശ്വസിക്കുകയും ചെയ്യണം. ദൈവവചനത്തിന് ആ ശക്തി തന്നെ ഉണ്ടാകുന്നത്. ധ്യാനിക്കുമ്പോഴേ ശക്തി ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ 100 പ്രാവശ്യം യേശുവിന്റെ അടിപ്പണകളാണെങ്കിൽ സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പണകളാണെങ്കിൽ സൗഖ്യം വരത്തില്ല. നമ്മളെ ധ്യാനിച്ച് യേശുവിന്റെ അടിപ്പണകളെ സൗഖ്യം, അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ശക്തിയായി മാറണം, അത് സ്പിരിറ്റായി മാറണം. അവിടെയാണ് ജീവൻ വെക്കണം. ജീവൻ, ആ സ്പിരിറ്റ് ജീവൻ വെക്കണം. അല്ലേ? ജീവൻ വെക്കുമ്പോഴാണ് നമ്മളിവിടെ വ്യാപരിക്കുന്നത്, ആ ശക്തി വ്യാപരിക്കുന്നത്. എല്ലാം എല്ലാം അങ്ങനെ. അപ്പൊ നമ്മളെ സങ്കീർത്തനം 23 സങ്കീർത്തനം എത്ര വർഷമായി വായിക്കുന്നു? യഹോവയുടെ ഇടയിലാവുന്നു, എൻ്റെ ഇടയിലാവുന്നു, എന്നിട്ട് എപ്പോഴും പേടിയാ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടല്ല യഹോവയുടെ ഇടയിലാവുന്നു, എന്നിട്ടും അല്ലേ പേടിയാ. യഹോവ ഇടയനാരാ? നമ്മുടെ ധ്യാനിക്കും. ആരാ ഇടയെന്ന് അത് കണ്ടുപിടിക്കണം. ആരാ ഇടയൻ? യേശുവാണ് ഇടയൻ. പക്ഷെ ഇടയന്റെ ജോലിയാണ് കണ്ടുപിടിക്കണം. നമ്മളെ ധ്യാനിക്കണത്. എന്താണ് ഇടയൻ? എന്താണ് ആടിനെ ഇടയിൽ എന്താണ് ചെയ്യുന്നത്? അല്ലേ? എങ്ങനെയൊക്കെയാണ് ആടിനെ പരിപാലിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ യേശുവിനെ ഇടയായി കണ്ടുകൊണ്ട് നമ്മളെ ദൈവം എങ്ങനെ പരിപാലിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിഞ്ഞ് ഒഴുകും. അല്ലേ? ഒഴുകുന്നുണ്ടോ?
ഒഴുകുന്നുണ്ടോ? അത് ചോർന്നു പോയിരിക്കണോ? ചോർന്നു പോകണം. നമ്മുടെ ഭാരമാത്രം നിറഞ്ഞ കവികളല്ലേ? നമ്മൾ വായിച്ചു പോയാൽ പോരോ? കർത്താവിന്റെ ഭാരമാത്രം നിറഞ്ഞ് കവിയുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എവിടെയാണ് ഓട്ട കിടക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മുടെ ജോലിയാണ്. ഇതെല്ലാം ദൈവം ചെയ്തു തരുന്നത് നടക്കുന്ന കാര്യമാണ്. ആണോ? നമ്മുടെ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവിന്റെ മുന്നിൽ നമ്മൾ ചെയ്യണം. എന്നാലുള്ള ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് ഇപ്പം പ്രവർത്തിക്കണമെങ്കിൽ സെക്കൻഡ് മതി പ്രവർത്തിക്കാൻ. പക്ഷെ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യത്തില്ല. ദൈവം എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കും, നമ്മളിവിടെ ചെയ്യാൻ ആഗ്രഹിക്കും. മനസ്സിലായോ? ദൈവം ഒരു സുവിശേഷം അറിയിക്കണമെങ്കിൽ സെക്കൻഡ് വരും. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുന്ന സെക്കൻഡ് മതി. ഒറ്റ സെക്കൻഡ് കൊണ്ട് മൊത്തം ആൾക്കാരെ രക്ഷപ്പെടുത്തും അല്ലേ? പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം നമ്മളിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അപ്പൊ ദൈവമായിട്ടൊരു ഇന്റിമസി നമുക്കുണ്ടാവും. അവിടെ നമ്മള് കർത്താവിന്റെ വചനം ഇപ്പൊ ഒരു കോടികൾ മാത്രം വചനം കൂട്ടാണ്. കർത്താവ് ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. നമുക്ക് പ്രയോജനം ചെയ്യും. What is divine healings? What is divine healings? What does the Bible say about healings? രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. എന്തൊക്കെയാണ്? What is divine healings? What does the Bible say about healings? നമ്മൾ ഇതുവരെ ഇതുവരെ നമ്മൾ ചിന്തിച്ചതെന്നറിയോ? ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹീലിംഗ് എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ഹീലിംഗ് എന്ന് അതായത് നിങ്ങൾക്ക് രോഗസൗഖ്യം ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിന് വിശ്വാസത്തിന്റെ വരം, മറ്റൊരു അതിന് ആത്മാവിൽ രോഗശാന്തികളുടെ വരം എന്നിരിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഗിഫ്റ്റ്. രോഗശാന്തി എന്ന് പറയുന്നത് ആക്ച്വലി രോഗശാന്തികളുടെ വരം. ശ്രദ്ധിച്ചിട്ടുണ്ടത്? അത് 2 ദിവസം മുന്നേ കർത്താവിനെ അത് നോട്ട് ചെയ്ത് വന്നത്. To another faith in the same spirit and another gift of healings in the one spirit. മനസ്സിലായോ? ഹീലിംഗ്സ് വൺ ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതായത് രോഗശാന്തികളുടെ വരം. നിങ്ങൾ എന്തല്ലേ ശ്രദ്ധിക്കുന്നത്? ശരിയല്ലേ? ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷെ 2-3 ദിവസം മുന്നേ പരിശുദ്ധാത്മ ഇടപെട്ടപ്പോഴാണ് ചിന്തിച്ചതിനെ പറ്റി. രോഗശാന്തികളുടെ വരം. അതിനകത്ത് അർത്ഥം എന്താ? ഒറ്റ ഹീലിംഗ്സ് അല്ല. മനസ്സിലായോ? അതാണ് രാത്രി നമ്മൾ ജസ്റ്റ് പോയിട്ട് നോക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമുക്കറിയാം കർത്താവിന്റെ മിനിസ്ട്രി ജീസസ് ഫിസിക്കൽ ആൻഡ് ഹോളിസ്റ്റിക് കെയർ കർത്താവ് ചെയ്ത്. ജീസസ് ക്യൂർഡ് ബ്ലൈൻഡേഴ്സിനെ കർത്താവ് സൗഖ്യമാക്കി, പാരലൈസ്ഡ് പീപ്പിളെ സൗഖ്യമാക്കി, ലെപ്രോസിയെ കർത്താവ് സൗഖ്യമാക്കി, ക്രോണിക് ബ്ലീഡിംഗ് അല്ലേ ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി, 12 വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. ഓൾ പേഴ്സൺ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, അതാണ് ഹീലിംഗ്സ്. മനസ്സിലായോ? രോഗശാന്തികൾ എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചോണം, ശുശ്രൂഷ ചെയ്യാൻ പോകാൻ. രോഗശാന്തി ഉദ്ദേശിച്ചുകൊണ്ട് ഇത്ര നാടുന്നത് ബോഡിയുടെ സൗഖ്യമാണ്. ഇത്ര നാൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോഡി ഹീലിംഗ് അല്ലേ? എന്നാൽ കർത്താവ് ഉദ്ദേശിച്ച ഹീലിംഗ്സ് എന്തുവാ? 3. അതിനാണ് ഹീലിംഗ്സ് ഉള്ളത് സിസ്റ്ററെ. അതിനാണ് ഹീലിംഗ് സ്പിരിറ്റ്. അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് നമ്മൾ പറഞ്ഞത് ഈ 3 നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യമല്ല, നമ്മളോടൊപ്പം ബോഡി മാത്രമോ. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് സിസ്റ്ററെ. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് ഇതൊക്കെയാ നമ്മൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കണം. ബോഡി സൗഖ്യമാകണം, സോള് സൗഖ്യമാകണം, ആത്മാവ് സൗഖ്യമാകണം. ഇതാണ് ജീസസ് ചെയ്തത്. ജീസസിന്റെ സ്പിരിറ്റ്, ജീസസിന്റെ ശുശ്രൂഷ ചെയ്താൽ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ സോൾ അല്ലേ? സോ the miracle shown that God ruled hard around the defeat suffering and effort sin. Okay, അപ്പോൾ സിന്നിനെ കർത്താവ് സൗഖ്യമാക്കുമായിരുന്നു. മനസ്സിലായോ? യേശു സിന്നിനെ സൗഖ്യമാക്കുമായിരുന്നു. ശരിയല്ലേ? അതും ഹീലിംഗ്സിനുള്ള, അതും ഹീലിംഗ്സിനകത്തുള്ള. ഞാനൊരു ഭാവിക വ്യക്തിയാണെങ്കിലും അതെന്താണ്? എന്റെ പാവമാണ്, അത് രോഗം. മോചിച്ചെന്തിരിക്കുന്നത്? ഞാൻ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെന്റെ ഒരു രോഗം. പാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന്റെ രോഗമാണ്. പാവം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാവിയാണെങ്കിൽ ഞാനൊരു ഒരു വിഷയത്തിൽ ഞാൻ രോഗത്തിൽ കിടക്കുകയാണ് അല്ലേ? എന്റെ ബോഡി രോഗമായിരിക്കുന്നത് പോലെ തന്നെ ഞാനൊരു പാവത്തിലാണെങ്കിൽ അതെനിക്ക് രോഗം അല്ലേ? അത് യേശു സൗഖ്യമാക്കി. അത് ഹീലിംഗ്സിനകത്ത് വിടുന്നത്.
അപ്പോൾ പാപികൾക്ക് വേണ്ടി നമുക്ക് എന്താണ് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? ഒരാളൊരു പറയാ ഞാൻ ഇന്നതിന് അഡിക്ഷനാണ്, അതെന്താണ്? അദ്ദേഹത്തിന്റെ രോഗമാണ്, അദ്ദേഹത്തിന്റെ രോഗമാണ്. അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു സൗഖ്യമാക്കി, സിന്നിലെ സൗഖ്യമാക്കിയില്ലേ? അങ്ങനെയാണ് നമ്മളെ നമുക്ക് സൗഖ്യമാക്കാൻ അല്ലേ? ഭാവി ഒരു വ്യക്തി നമ്മുടെ ഇടയ്ക്ക് വന്നാല് പാസ്റ്റർ ഞാൻ ഇന്ന വിഷയത്തിൽ എപ്പോഴും ഭാവി ചെയ്യുന്നുണ്ട്, നമുക്ക് സൗഖ്യമാക്കാൻ പറ്റും. സ്പിരിറ്റ് ഉണ്ട്, എന്റെ പോലെ സ്പിരിറ്റ് ഉണ്ട്. ഒരാളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്റെ പോലെ ടെൻഷൻ ഉണ്ടെങ്കിൽ സിന്നാണെങ്കിൽ സ്പിരിറ്റ് ആണ്. ചില കേസുകളിൽ അതൊക്കെ എന്താണ്, അതൊക്കെ മൈൻഡ് ചെയ്ത് കളയും, അവരെ മൈൻഡ് ചെയ്ത് കളയും, അഡിക്ഷൻ ആയി കളയും. അപ്പൊ നമ്മളതിനെ പുറത്താക്കിയേ പറ്റുള്ളൂ. പക്ഷെ എന്താ പറയുക, അതും പവർ ചെയ്യുന്നതല്ല, ഹീലിങ്സിനകത്ത് പെടുന്ന കാര്യം പറഞ്ഞു, ഹീലിങ്സിനകത്ത് പെടുന്ന കാര്യം. സോ അതുപോലെ കമ്പാഷൻ ആൻഡ് ഫെയ്ത്ത്, മെനി എ പോർഷൻ ഓഫ് ജീസസ് വാസ് മൂവ്ഡ് ബൈ പിറ്റി. ഓക്കെ, ഞാൻ പറയാൻ വന്നത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഡിവൈൻ ഹീലിങ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഡിവൈൻ ഹീലിങ്സ്? സോ ഡിവൈൻ ഹീലിങ്സ് it's a supernatural act which is to resolve the physical, emotional and spiritual problem. So അവിടെയാണ് നമ്മൾ കാണുന്നത്, ഒരുത്തിന് ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിന് പരിജ്ഞാനത്തിന്റെ വചനം നൽകുന്നു. So to one is given through the Holy Spirit the word of wisdom, and to another the word of knowledge, to according to the same Spirit. മറ്റൊരുത്തിന് എന്താണ്? അതേ ആത്മാവിൽ വിശ്വാസം, മറ്റൊരു അതേ ആത്മാവിൽ രോഗശാന്തികൾ. So another faith in the same Spirit, so another gift of healings in the same Spirit. മറ്റൊരു വീരപ്രവചനം, മറ്റൊരു പ്രവചനം, മറ്റൊരു ആത്മാക്കളുടെ വിവേചനം, മറ്റൊരു പലവിധ ഭാഷകൾ, മറ്റൊരു ഭാഷകൾ വ്യാഖ്യാനം. So God is still the Lord is who heals. So Exodus 15:26 വായിച്ചേ, ആവർത്തനം 15:26 വായിച്ചേ. ആവർത്തനം 15:26 പിന്നെ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് പോവാം. വാക്യങ്ങൾ ആവർത്തനം 15:26. സോറി, Exodus 15:26 ഇല്ലേ? God is still the Lord who heals എന്നൊരു വാക്യമുണ്ട്. ആവർത്തനം എക്സോഡസ് അല്ലേ? ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. അതല്ല ദൈവമായ യഹോവയുടെ വാക്ക് നിശ്രദ്ധയോടെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമായുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പഴയ നിയമത്തിലുള്ള ഒരു വലിയ കർത്താവിന്റെ ഒരു വാഗ്ദത്തമാണ് എക്സോഡസ് 15:26. God is still the Lord who heals. ഹീൽസ് എന്നാണ് എഴുതിയത്. വായിച്ചത് ഹീൽസ് എന്ന് എഴുതിയത് അല്ലേ? നമ്മൾ എത്ര നാൾ വിചാരിച്ചത് ഹീൽ എന്നാണ്. ഹീൽസ് അവിടെ വായിച്ചു. God is still the Lord who heals എന്ന് എഴുതിക്കുന്നത്. ഹീൽസ് അവിടെ എന്തൊക്കെയാണ് ഹീൽസിങ് വരുന്നത്? ഒന്നും വായിച്ച വാക്യം. ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. വ്യാധികൾ നമ്മളോട് രോഗം ഉദ്ദേശിക്കുന്നത്, പക്ഷെ വ്യാധികൾ വന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിസീസ് എന്ന് പറഞ്ഞത് ഡിസീസസ്. ഓക്കെ, അപ്പം വ്യാധികൾ എന്നാണ് മലയാളത്തില്, ഡിസീസസ് ആണ് ഇംഗ്ലീഷില്. അങ്ങനെയാണെങ്കിൽ ബോഡിയെ മാത്രമല്ല വ്യാധി വരുന്നത്. മനസ്സിലായോ? നമുക്കൊരു അസുഖം വന്ന് എവിടെയൊക്കെ കയറി പിടിക്കും? നമ്മുടെ മൈൻഡിൽ കയറി പിടിക്കുന്നത് അല്ലേ? എവിടെയെല്ലാം പ്രശ്നമാവുന്നത്. നമ്മുടെ ബോഡിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മൈൻഡിൽ കയറി പിടിക്കും, നമ്മുടെ ഹാർട്ടിന് വീക്കാവും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രശ്നമാവും, നമ്മുടെ പണത്തിന് പ്രശ്നമാവും അല്ലേ? പൈസ കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മൊത്തം അറ്റ്മോസ്ഫിയർ മാറും. ശരിയല്ലേ? ഒരു കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് മാറും. എന്നാൽ കർത്താവ് വായിക്കുന്നതാണ് ഇതിനെല്ലാം സൗഖ്യമാക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. മനസ്സിലായോ? God is still the Lord who heals എന്ന് എക്സോഡസ് 15:26. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞാൻ സൗഖ്യമാക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. Thank you, Jesus. Hallelujah. Isaiah 53:5 ഒന്ന് വായിച്ചേ. നമ്മൾ വായിക്കുന്നത് so which is the Isaiah 53:5. നമ്മൾ പോയിട്ട് മാത്രമേ പിന്നെ വായിക്കണം. Isaiah 53:5.
എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അറിയാം, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വേദന പറയുന്നത് അല്ലേ, ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? നമുക്ക് വേണ്ടി രോഗം വരുമ്പോൾ ഈ വേദന പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ 2 വചനം മുന്നിൽ വായിച്ചായിരുന്നു, അതോടെ പോയി. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ച് അടിച്ച് ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള അതിക്രമങ്ങളും പിന്നെന്തുവാണ്? അകൃത്യങ്ങളും. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അപ്പോൾ അടിപ്പിണരുകളാൽ എന്തൊക്കെ സൗഖ്യം വന്നവിടെ കണ്ടോ? നമ്മുടെ രോഗശാന്തി മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, പക്ഷെ അവിടെ എല്ലാം നല്ല നമ്മുടെ സാന്വേഷം പോലെ നടക്കുവാണ്. ആ ഒരു വാക്യത്തിന്റെ അകത്ത്, ആ വാക്യങ്ങൾക്കകത്ത് നമ്മുടെ സാന്വേഷം നടക്കുന്നത്. യേശുവിന്റെ അടിപ്പിണരുകളാല് സൗഖ്യം തന്നിരിക്കുന്നത് നമ്മുടെ ഹീലിങ്സ് മാത്രമല്ല, നമ്മുടെ ബോഡി ഹീലിങ്സ് മാത്രമല്ല, നമ്മുടെ രോഗസൗഖ്യം തന്നിട്ടുണ്ട്, നമ്മുടെ പാപസൗഖ്യം തന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ അകൃത്യങ്ങളും ലംഘനങ്ങളും അല്ലെ ശാപങ്ങളും എല്ലാം കൂട്ടുവോ? ഒരു സ്വന്തം പറയാമോ? നമ്മുടെ വചനം ധ്യാനിക്കുമ്പോഴാണ് മുടി കിട്ടുന്നത്. അതിന്റെ പത്രോസ് 24 ഹീലിങ്സ് നയിക്കുന്നത്. 24 പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. പാപം അവിടെ പത്രോസ് നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പാപം സംബന്ധിച്ച് മരിച്ച് നമ്മൾ നീതിക്ക് ജീവിക്കേണ്ടതിനായിട്ട് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ രോഗങ്ങളെ ആണോ പാവങ്ങളെയാണോ ചുമന്നത്? അപ്പൊ ഹീലിങ്സ് എവിടെയാ? കർത്താവ് ചുമന്ന ഹീലിങ്സ് എവിടെയാ? നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പാവങ്ങളെ ദൈവം ചുമന്നു, അവിടെ നമുക്ക് ഹീലിങ്സ് തന്നിരിക്കുന്നു. ശരിയല്ലേ? പാവങ്ങൾ മാറുമ്പോ തന്നെ ഹീലിംഗ് നടക്കും. നമ്മൾ ഇത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയോ? കർത്താവ് നമ്മുടെ രോഗങ്ങളെ ചുമന്നുണ്ടെന്ന് പറഞ്ഞു. അതൊരു വഴി ശരിയാണ്, ഹീലിങ്സിനകത്ത് ഉള്ളതാണ്. പക്ഷെ ആദ്യം കർത്താവ് ചുമന്ന് എവിടെയാണെന്നറിയോ? നമ്മുടെ പാവങ്ങളെയാണ്. നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് ഹീലിങ്സ് വരുമ്പോഴത്തേക്ക് രോഗങ്ങൾക്ക് ഹീലിംഗ് ആവും. വിശേഷിച്ച് മനസ്സിലായോ? പല രോഗങ്ങളും മാറാത്ത കാരണം എന്നറിയാവോ? പാവം കിടക്കുന്നുണ്ടാ. പല രോഗങ്ങളും മടങ്ങി വരാൻ കാരണം എന്നറിയാവോ? പാവം കിടക്കുന്നുണ്ടാ. നിങ്ങളൊന്ന് മനസ്സിലാക്കപ്പെട്ടു നോക്കി, പാവം ചെയ്ത് ആ പാവം ചെയ്തിട്ട് നിങ്ങൾ ഏറ്റു പറഞ്ഞു നോക്കി, നിങ്ങളൊന്ന് ഉറച്ചു നിന്നതിൻ്റെ അകത്ത് നിങ്ങളറിയാതെ ഹീലിങ്സ് നടക്കും. അറിയാതെ ഹീലിങ്സ് നടക്കും. ഹല്ലേലൂയ. അറിയാതെ ഹീലിങ്സ്. എന്നോടൊരു വ്യക്തി പറഞ്ഞാണ്, പുള്ളിക്ക് തലകറക്കം, കർത്താവ് സൗഖ്യമാണ്, കർത്താവ് സൗഖ്യം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ സൗഖ്യമാവുന്നതിന് മുന്നേ പാവം ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. നല്ല 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 മനുഷ്യനാണ്, സത്യസത്യമായിട്ട് നമ്മളെപ്പോലെ മനസ്സിൽ മറത്തൊന്നും പറ്റത്തില്ല. പ്രധാനം ഞാൻ ഇന്ന പാവങ്ങൾ ചെയ്യുമായിരുന്നു. പുള്ളി വിശ്വാസിയാണ്. പുള്ളി പറഞ്ഞ ഇന്ന പാവങ്ങൾ ചെയ്യുമായിരുന്നു, ഭയങ്കര പാവങ്ങൾ ചെയ്യുമായിരുന്നു. അതിന് അഡിക്ഷനായിരുന്നു. പക്ഷെ ഞാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കി പുള്ളി പറഞ്ഞു. പക്ഷെ കുറച്ച് നാൾ നിന്നു, 2-3 അല്ലെങ്കിൽ ഒരു മാനസാന്തരം അങ്ങനെ കുറച്ച് നാളെ നിന്നുള്ളൂ പുള്ളി. പിന്നെയും പുള്ളി ആ പാവത്തോട്ട് പോയി. പുള്ളി വീണ്ടും ആ രോഗം വന്നു. അപ്പം അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ക്ഷണിച്ചത്. അപ്പം അങ്ങനെ സിമ്പിൾ. ഞാൻ ചോദിച്ചു, എന്തിനു പിന്നെ പ്രാർത്ഥിക്കുന്നതിന്? അതെന്താ പ്രധാനം പറയുന്നത്? നിങ്ങളാ പാവം മാറ്റിയാൽ പോരെ, സൗഖ്യത്തില്ലേ? പുള്ളി ഇവിടെ നിന്ന് മാനസാന്തരപ്പെട്ടു. കർത്താവ് ഞാൻ ആ പാവം ചെയ്തിരുന്നു. പുള്ളി കണ്ണടയ്ക്കുകയും ദൈവം എഴുതി കാണിച്ചെന്നറിയാവോ? ഹീൽഡ്. പുള്ളിക്ക് തന്നെ എഴുതി കാണിക്കുമോ ദൈവം? ഹീൽഡ്. മനസ്സിലായോ? ഹീലെന്ന് പുള്ളിക്ക് എഴുതി കാണിച്ചു. ചാടി എന്നിട്ട് പറയാം രോഗം പോയെന്ന്. പ്രാർത്ഥിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പം ഇത് രാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറാരോഗം ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക. ഇനിമേൽ നീ പാവം ചെയ്യുക. യേശു പറഞ്ഞ സൗഖ്യമാക്കാൻ എല്ലാം പറഞ്ഞു, അതിന് മേലെ നീ പാവം ചെയ്യരുത്.
കാരണം അപ്പൊ യേശു നമുക്ക് വേണ്ടി കാൽവരയിൽ കയറിയതിനെ തന്റെ അടിപ്പിണരുകളാലും നമ്മുടെ പാപത്തിന് സൗഖ്യം വന്നിരിക്കുക. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു കർത്താവ്. 700 വർഷങ്ങൾക്ക് മുന്നേ പ്രവാചകൻ പ്രവചിച്ചു. യേശു വരുന്നതിന് മുന്നേ 700 വർഷങ്ങൾക്ക് പ്രവാചകൻ പ്രവചിച്ചു. യേശുവ പ്രവചിച്ചു. 2000 വർഷങ്ങൾക്ക് മുന്നേ കർത്താവ് വന്നു. അത് ഓൾറെഡി നിവൃത്തീകരിച്ചു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇനിയും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കഷ്ടമല്ലേ? കർത്താവിനെ നമ്മൾ വീണ്ടും നമ്മൾ നാണക്കെടുത്തുമല്ലേ? കർത്താവിനെ സൗഖ്യമാക്കണേ, എന്നെ സൗഖ്യമാക്കണേ, നാണക്കേടല്ലേ പറയുന്നത്? എടാ, 700 വർഷം മുന്നേ യേശു വരുന്നതിന് മുന്നേ ഓൾറെഡി പ്രവചിച്ച് കഴിഞ്ഞു. കർത്താവ് 2000 വർഷം മുന്നേ വന്നത് അത് കഴിച്ചു, നമ്മൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ ക്രമീകരിച്ച പോരെ? നമ്മളെ ക്രമീകരിച്ച പോരെ അല്ലേ? ഇനി പിശാചാണെങ്കിൽ നമ്മളതിനെ ശാസിച്ച പോരെ? ഇനി പിശാചാണെങ്കിൽ നമ്മളെ ശാസിച്ചാൽ ഈ രോഗത്തെ ക്ലൈമറ്റ് കൊണ്ട് രോഗം വരും കേട്ടോ. ആഹാരം കൊണ്ട് രോഗം വരും അല്ലേ? ആഹാരം കഴിച്ച രോഗം വരും. ക്ലൈമറ്റ് കൊണ്ട് വരും. ശരിക്കും ഉറങ്ങിയാൽ രോഗം വരും. ചുമ്മാ ടെൻഷൻ അടിച്ചാൽ രോഗം വരും. നമ്മൾ തന്നെ ടെൻഷൻ അടിച്ചാൽ നടന്നാൽ രോഗം വരും അല്ലേ? പക്ഷേ പിശാച് കൊണ്ടുവന്നാലും നമ്മൾ ശാസിച്ചാൽ മതി. യേശുവിന്റെ നാല് പൊക്കോളം പറഞ്ഞു. പക്ഷെ സ്വന്തമാണ്, സ്ഥിരമാണ് നമ്മൾ അതേ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രോഗം മാറണമെന്നില്ല, മാറത്തില്ല. അത് നമ്മളെന്ത് ചെയ്യണം? നമ്മളെ മാനസാന്തരപ്പെട്ടെങ്കിൽ രോഗം മാറത്തുള്ളൂ. അത് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ രൂപാന്തരപ്പെട്ട് നമ്മളെ മടങ്ങി വന്ന് ചെയ്യത്തില്ലെന്ന് ഉറക്കണം അതിൻ്റെ അകത്ത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? അപ്പം ആ രോഗം വരത്തില്ല, അത് പൊക്കോളും. ഇന്ന് രാത്രി നമ്മളെന്തിനാ ശോധന നല്ല കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ പത്രോസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും. 1 പത്രോസ് 2:24 വായിച്ചു. ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ശരിക്കുള്ള കീ വേഴ്സസ് ഓഫ് ഹീലിംഗ്സ്. ശരിക്കുള്ള നമ്മുടെ ഐസയ്യ 53:5 വായിക്കുന്നതിനേക്കാളും പവർഫുൾ ആയിട്ട് പത്രോസ് പറഞ്ഞിരിക്കുന്നു അവിടെ. 2:24 എന്താണ്? ഒന്ന് വായിച്ച പുസ്തകം. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ യേശു തന്റെ ശരീരത്തില് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ രോഗങ്ങളെ ചുമന്നില്ല, യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇംഗ്ലീഷ് വായിക്കാമോ? Who himself bore our sins in his own body on the tree. Hallelujah. That we, having died to sins, might live for righteousness. So he was crushed. He was crushed for our iniquities. Iniquities. The punishment that brought us peace was upon him. And by his wound we are healed. We heal. The word translation heal means can mean either spiritual or physical healing, right? So spiritual healings are more than the other. Physical healings ne kaana 53 Isaiah 53 endana adayathu physical healing നെക്കാൾ മുറിവേറ്റു നമ്മുടെ അകൃത്യങ്ങൾ അപ്പോൾ നമുക്ക് എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് അല്ലെങ്കിൽ ക്രൂശിൽ കയറിയത് നമ്മുടെ ബോഡി സൗഖ്യമാക്കാൻ വേണ്ടിയല്ല, ഫിസിക്കൽ അല്ല, സ്പിരിച്വലിന് വേണ്ടിയാണ്. സ്പിരിച്വൽ ആദ്യം കർത്താവ് നോക്കുന്നത്. സ്പിരിച്വല് അതിനുശേഷം മറ്റേ ബോഡിയുള്ളൂ. സ്പിരിച്വൽ ഹീലിംഗ്സ് ആണ്. സ്പിരിച്വൽ ഹീലിംഗ്സ് ആണ് ഇരിക്കുന്നത് അല്ലേ? വായിച്ചത് ഒന്നും വായിച്ചത് നമ്മുടെ സ്പിരിച്വൽ ഹീലിംഗ്സ്. സ്പിരിച്വൽ നമ്മുടെ സ്പിരിച്വൽ നമ്മുടെ ആത്മീയ കാര്യത്തിന് വേണ്ടി. സ്പിരിച്വൽ ഉദ്ദേശിക്കുന്നത് ആത്മീയമാണ്. നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോൾ എല്ലാം ആത്മീയ കാര്യമല്ലേ ബന്ധപ്പെടുന്നത്. ആദ്യം സ്പിരിറ്റിനെയാണ് നമ്മുടെ സോൾ ആക്കുന്നത്, ഇതാക്കുന്നത്, സേവ് ചെയ്യുന്നത് അല്ലേ? സ്പിരിറ്റിനെ സേവ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സോളിലോട്ട് പോകുന്നത്. സോൾ എന്നും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. സ്പിരിറ്റ് ഓൾറെഡി മാനസാന്തരമായി, മീൻസ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു. പക്ഷെ സോള് ഇപ്പോഴും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ സ്വഭാവം ഞാൻ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. ഞാൻ പറയാൻ മനസ്സിലായി. ഇപ്പോഴും എനിക്ക് ദേഷ്യം ഉണ്ടാവും ചില സമയത്ത് അല്ലേ? കാരണം എൻ്റെ സോളും എൻ്റെ പഴയ സോളുകളൊക്കെ പഴയ സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ട് അല്ലേ? പക്ഷേ ഇപ്പോഴും പഴയ എൻ്റെ സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ പാപം ചെയ്യുന്നിരിക്കും ഇപ്പോഴും. പക്ഷെ ഞാൻ അന്നേരം മാനസാന്തരപ്പെട്ടോ, മനസ്സിലായോ? അനുദിനം കർത്താവ് നമ്മൾ ഉടച്ചുകൊണ്ടിരിക്കുക, വാർത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്നും നമ്മളിപ്പോഴും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കണ്ടോ. ഇപ്പോഴും നമ്മൾ അറിയാതെ ചിലപ്പോൾ വായിക്കാത്തതൊക്കെ ചിലപ്പം ഷൗട്ട് ചെയ്ത് ചിലപ്പോൾ പഴയ സ്വഭാവങ്ങളൊക്കെ വരും അല്ലേ? പക്ഷെ അന്നേരം മാനസാന്തരപ്പെടും. കർത്താവ് പറഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു പോയി, ക്ഷമിക്കണം. കാരണം ആ സോൾ എന്ത് നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അതും ഇതിൻ്റെ അകത്ത് വിടുന്നത്. യേശുവിൻ്റെ അടിപ്പണ്ടലുകളായില്ലെങ്കിൽ സൗഖ്യം വന്നിരിക്കും. പറഞ്ഞോണം എന്താണ് ആ സോള്, ആ പറഞ്ഞതും സൗഖ്യം വന്നിരിക്കുക.
അല്ലാതെ ബോഡി മാത്രമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ അറിയാതെ നമ്മുടെ സോളിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും പാവം വന്നെങ്കിലും പറയാം നമുക്കത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ചിന്തയെ പാവം വന്നു, അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? യേശുവിന് അടിപ്പണ്ടലുകളായ എനിക്ക് ആ പാപത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ പറയാൻ മനസ്സിലായോ? അത് സ്പിരിച്വൽ എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ സ്പിരിച്വലും ഫിസിക്കലും ബോഡി അവിടെ അത് സൗഖ്യം വന്നിരിക്കുക. പക്ഷേ ഫിസിക്കലിനേക്കാൾ കൂടുതൽ അവിടെ യെശയ്യാ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്പിരിച്വലാണ്. നമ്മുടെ ഊണ്ട മുഴുവൻ വഹിച്ചത് സ്പിരിറ്റിലാണ്. മീൻസ് എന്താണ്? നമ്മുടെ സ്പിരിച്വൽ വിടുതലിന് വേണ്ടിയാണ് കർത്താവ് എന്താണ് ബോഡിയിൽ വഹിച്ചത്. പക്ഷെ നമ്മളെല്ലാം ബ്രീച്ച് ചെയ്ത് നമ്മൾ കേൾക്കുന്നതെല്ലാം ബോഡി സൗഖ്യത്തിന് വേണ്ടി അല്ല. അതായത് രാത്രി അത് പോയിന്റ് എടുത്ത് 2 ദിവസം മുന്നേ പരിശുദ്ധാത്മ അതൊന്നും നമ്മളെ തലയ്ക്കകത്ത് കഴിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുവാനുണ്ടായത്. അത് അതിന് റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങൾ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധീകരിക്കണമെന്ന്. So he himself bore our sin in his body on the tree, so that we might die to sin and live for righteousness. By his wound you have been healed. On the Psalms 124 വായിച്ചത് അല്ലേ? സോ അതായത് രോഗശാന്തിയെ കുറിച്ചുള്ള പ്രധാന വചനമായിട്ട് നമ്മൾ എഴുതുന്നത് അല്ലേ? ഈ രണ്ടൊരു പ്രധാന വചനമായിട്ട് എഴുതുന്നത്. പക്ഷെ പലപ്പോഴും ഇത് തെറ്റായി നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് അത് പറയുന്നത് നമ്മളെന്താണ് തെറ്റായിട്ടാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ശരി, നമ്മൾ ആ സ്പിരിച്വല് നമ്മൾ കാണുന്നില്ല. പ്രസംഗിക്കുന്നതിനും കൂടുതൽ അതിൻ്റെ ഹീലിങ്സ് മാത്രമേ പറയുന്നത്, ബോഡി ഹീലിങ്സാണ് പറയുന്നത് ആക്ച്വലി. പക്ഷെ യേശു ചെയ്തത് സ്പിരിച്വൽ ഹീലിങ്സാണ്. മറ്റേതുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, മറ്റേതുണ്ട്. നമ്മളിപ്പോൾ കത്രമേശ എടുക്കുന്നതിനാണ് സ്പിരിച്വൽ ഹീലിങ്സിന് വേണ്ടിയാണ് അല്ലേ? എന്നാൽ അതിനകത്ത് ഹീലിങ്സ് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനകത്ത് ബോഡി ഹീലിങ്സ് നടക്കും. പക്ഷെ മെയിൻ ഉദ്ദേശം സ്പിരിച്വലാണ്. നമ്മുടെ ദൈവം ചെയ്ത് ബൈബിൾ കംപ്ലീറ്റ് സ്പിരിച്വൽ ആക്ച്വലി. ഇറ്റ്സ് നോട്ട് എ ബോഡി, ഇറ്റ്സ് നോട്ട് എ വേൾഡ്. അത് മുഴുവൻ നമ്മുടെ എന്താണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം പറയാൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെല്ലാം തിരിഞ്ഞു പോയി നോക്കുക. എന്നോട് നിർത്തട്ടെ. അപ്പൊ ഇത് ഈ രോഗശാന്തി നമ്മൾ പലപ്പോഴും എപ്പോഴും രോഗശാന്തി ദൈവം ഇറങ്ങുന്നു തരുമോ? എപ്പോഴും ദൈവം തരും ഇല്ലേ? ഇല്ല. പക്ഷെ അതിനകത്ത് ഒരു രോഗശാന്തിയുടെ മറ്റൊരു ഉറപ്പെന്നറിയോ? 1 യോഹന്നാൻ 5:11 വായിച്ചു നോക്കിയേ. എന്താണ്? ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. 5:14 അവന്റെ ഇഷ്ടപ്രകാരം, ആരുടെ ഇഷ്ടപ്രകാരം? യേശുവിന്റെ അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാല് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അതാണ് രോഗശാന്തി. മനസ്സിലായോ? നമുക്ക് അവനോട് അത് ഭൗതികമുണ്ട്, രോഗമുണ്ട്, രോഗശാന്തി ഉണ്ട്. അത് പക്ഷെ അതിന്റെ ഒരു പ്രത്യേകമായ എന്താണ്? അവന്റെ ഇഷ്ടപ്രകാരം. കണ്ടോ? ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചു. അവന്റെ ഇഷ്ടപ്രകാരമോ? നമ്മുടെ ഇഷ്ടപ്രകാരമല്ലേ? പരിശുദ്ധാത്മാവാണ് ഹിതവാ. രോഗസൗഖ്യം വേണോ ഇല്ലയോ? നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാണോ നിർബന്ധമൊന്നുമില്ല. എത്രയും അങ്ങനെയാണെങ്കിൽ കൊറോണ ഒന്നരല്ലേ സൗഖ്യമാകത്തില്ലായിരുന്നു? ഇല്ല. ദൈവത്തിന്റെ ഇഷ്ടമോ സൗഖ്യമാക്കണം വേണ്ടിയൊന്നും. നമുക്ക് രോഗശാന്തി ശുശ്രൂഷയൊക്കെ തന്നിട്ടുണ്ടാവും, കൃപാവരം തന്നിട്ടുണ്ടാവും. പക്ഷെ അത് വെച്ച് എനിക്ക് പോയി ഒരുത്തിനെ സൗഖ്യമാക്കാനൊന്നും പറ്റത്തില്ല. ഉണ്ടോ? ഇല്ല. ദൈവം തീരുമാനിക്കണം സൗഖ്യമാക്കണം വേണ്ടിയൊന്നും. ദൈവം വിചാരിക്കണം. പക്ഷെ അവന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, അവന്റെ ഇഷ്ടമാണ്. അപ്പം ഒരു രോഗസൗഖ്യം നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. ഒരുപക്ഷെ കിട്ടിയില്ലെന്നിരിക്കും, ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കും. കൂടുതലും നമ്മൾ ചോദിച്ച ദൈവം തരും. കാരണവശാലും നമ്മുടെ മക്കളാണല്ലോ. തരും, തീർച്ചയായിട്ടും തരും. പക്ഷെ റോസ കൊടുത്തില്ലല്ലോ. ശരിയാ, റോസ കൊടുത്തില്ലല്ലോ. അവിടെ നോണ്ടെന്ന് പറഞ്ഞേ, കാരണം ഈ ദൈവം എന്നും അവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നല്ലേ? എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും കർത്താവ് സൗഖ്യമാക്കുന്നു അല്ലേ? രോഗഭേദം മാറണ എന്നിവ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാര്യങ്ങളുണ്ട്. രോഗമുണ്ട്, മരണമുണ്ട് അല്ലേ? അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ രോഗം, അസുഖം, ഈ പരിക്കുമ്പോഴല്ലേ ക്രിസ്ത്യാനികളെല്ലാം മരിക്കുന്നതാണോ? മിക്കതും വിശ്വാസികളെല്ലാം മരിക്കുന്ന രോഗം മൂക്കാം. ശരിയല്ലേ? അതെ. അങ്ങനെയാണ് എന്റെ കർത്താവ് സൗഖ്യമാക്കിയ പറയാം. ഈ കഴിഞ്ഞ 1 വർഷം മുന്നേ ആരും ഒരു ക്യാൻസർ ഒന്നും മരിച്ചില്ല. ഇവിടെ അല്ലേ? ഇവിടെ അടുത്തെങ്ങാണ്ട് ഗാർഡനിലെങ്ങാണ്ട് അല്ലേ?
ഒരു സ്ത്രീ കഴിഞ്ഞ ആഴ്ച മരിച്ചത് കാർ അത് ആക്സിഡന്റില്. ഞങ്ങളുടെ നഴ്സിംഗ് എഡ്യൂക്കേറ്ററാണ് വിയല്. അതെ വിയല്. എനിക്ക് നല്ലപോലെ അറിയാവുന്ന. എത്രയോ വിശ്വാസികൾ ക്യാൻസർ വന്ന് മരിക്കുന്നു, എത്രയോ വിശ്വാസികൾ മരണപ്പെടുന്നു, അപകടം വന്ന് മരണപ്പെടുന്നു അല്ലേ? പെട്ടെന്ന് എത്രയോ വിശ്വാസികൾ അല്ലാതെ രോഗം വന്ന് മരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സൗഖ്യമാകട്ടെ. എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി. പക്ഷേ അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ചിലരെ അങ്ങ് ദൈവം സൗഖ്യമാക്കും, ചിലരെ സൗഖ്യമാക്കത്തില്ല. കാരണം ദൈവനാമം മുഖത്തപ്പെടുത്തുവാൻ വേണ്ടി കൂടുതൽ യേശുവിന്റെ സാക്ഷ്യത്തെ എടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. സോ ഈ റെവലേഷൻ 21 വായിച്ചു നിർത്തിയാണ് ഈ പൂർണ്ണമായി സൗഖ്യപ്പെടാൻ നമുക്ക് കിട്ടുന്നത്. പൂർണ്ണ സൗഖ്യം റെവലേഷൻ 21 21 പോകാൻ 4 മുതൽ വായിക്കാം അല്ലേ? 4 മുതൽ അവൻ അവരുടെ കണ്ണീരെല്ലാം ഇതാണ് പൂർണ്ണ സൗഖ്യം കേട്ടോ. ഇവിടെ വെച്ച് നമുക്ക് ഒരു സൗഖ്യമില്ല. നമ്മുടെ കണ്ണുനീർ മാറണമെങ്കിൽ എവിടെയാണ്? അവൻ നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു എന്നാ നിത്യതയിലും അതെല്ലാം നടക്കത്തുള്ളൂ, പൂർണ്ണമായി കിട്ടത്തുള്ളൂ. നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുനീര് ഇവിടെ പോയാൽ നാളെ വേറൊരു വിഷയം വരേണ്ടി ജീവിതം, ശരിയല്ലേ? ഇതൊന്നും മാറിയിടുന്നതും അത് ഫുള്ളായിട്ട് മാറത്തൊന്നുമില്ല. ഓരോ വിഷയവും നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതല്ല, ഈ കൂടുതൽ രോഗശക്തി ഈ പുതിയ ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ വരാം. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ വചനങ്ങളാണ് കൂടുതലും വർക്കൗട്ട് ആവുന്നത്. രോഗം വരുന്നത് ചിലപ്പോൾ ദൈവത്തിലോട്ട് വരാം. രോഗസൗഖ്യമാകുന്നത് ചിലപ്പോൾ ദൈവത്തോട്ട് വരാം. രോഗസൗഖ്യമാകുന്ന യാതൊകളെ വിശ്വാസത്തിൽ കൊണ്ടുവരാനായിരിക്കാം. വചനം ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് രോഗസൗഖ്യമാക്കും. പക്ഷെ പൂർണ്ണത കിട്ടണമെങ്കിൽ നിത്യത മാത്രമേ പൂർണ്ണത കിട്ടത്തുള്ളൂ. ഇന്നൊരു വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ ഇന്ന് വിടുതൽ കിട്ടും, പക്ഷെ നാളെ ചിലപ്പോൾ അടുത്ത വിഷയമായിരിക്കും. ഇതിനുള്ളതാണ്. പക്ഷെ ഇതൊന്നും പോരാട്ടമല്ല. ഇതൊന്നും നമ്മൾ പോരാട്ടം നടക്കരുത്. അവിടെ എന്താ ഇരിക്കുന്നത്? ഇനി മരണം ഉണ്ടാകില്ല. അവിടെ മരണം ഉണ്ടാകില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഇനി ദുഃഖവും മുറയും കഷ്ടതയും അവിടെ ഉണ്ടാകത്തില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സർവ്വവും പൊതുവാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക ഈ വചനം വിശ്വാസം. മരണം ഭൂമിയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അല്ലേ? മരണം ഇവിടുത്തെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ മാത്രമാണ്. വെളിപ്പാട് 20 പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ശാരീരികമായ സൗഖ്യം ഇല്ലെങ്കിലും ഇവിടുത്തെ നന്മകൾ നമുക്ക് ഇല്ലെങ്കിലും നമ്മുടെ പ്രത്യാശ എവിടെയായിരിക്കണം? നിത്യതയെ കുറിച്ചായിരിക്കണം. അതാണ് ഈ 24:4 പറയുന്നത്. അവൻ യേശു അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് കളയും. രണ്ടെന്താണ്? ഇനി മരണം ഉണ്ടാകുകയില്ല. മരണം ഭൂമിയിലുണ്ട്, ഇനി അവിടെ മരണമില്ല. മൂന്നെന്താണ്? അവിടെ വിലാപങ്ങളില്ല, നിലവിളിയില്ല, വേദന ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? പഴയതെല്ലാം അടങ്ങിപ്പോയി. സിമ്പിൾ. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മരടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും പ്രശ്നങ്ങൾ, നമുക്ക് മാത്രമല്ല. പക്ഷെ നമുക്ക് സഹിക്കാവുന്ന പരീക്ഷകൾ മാത്രമേ കർത്താവ് ചിലത്തുള്ളൂ. അത് വിശ്വസിക്കും. അതിന്റെ പോക്കുവഴികൾ ദൈവം തരും. നമ്മുടെ വിഷയങ്ങൾ മാത്രം എല്ലാവരും ചെയ്ത് നമ്മുടെ വിഷയങ്ങൾ മാത്രം നമ്മൾ നോക്കിയിടുന്നത് ഏറ്റവും എന്താണ്, നമുക്കാണ് ഏറ്റവും വലിയ വിഷയം നമ്മൾ തോന്നിപ്പോകും. ശരിയല്ലേ? അല്ല, നമുക്കല്ല ഏറ്റവും വലിയ വിഷയമാണ്. നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. അവർക്ക് നമ്മളെക്കാളും വലിയ ഭാരങ്ങളാണ്, അവർക്ക് നമ്മളെക്കാളും വലിയ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ സൗഖ്യം വേണോ? കർത്താവിൻ്റെ ഇത് നടക്കണമെന്ന് പറയാം. സൗഖ്യമാക്കുന്നയോ? കർത്താവ് എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഇന്ന വിഷയങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ പറ്റും. നിന്റെ ഹിതമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സൗഖ്യമാകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയാൻ കാരണം വെച്ചാൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി യേശു തകർക്കപ്പെട്ടത്, ക്രൂശിന്മേൽ കയറിയത് തൻ്റെ ബോഡി ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടി. അതാണ് നമ്മൾ പറയാൻ കാരണം. രോഗസൗഖ്യം മാത്രമല്ല അവിടെ നമ്മൾ ആത്മാക്കളുടെ വിടുതൽ, ആത്മാവിന് നമ്മുടെ സിന്നിനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി സ്വഭാവങ്ങൾ നമ്മളെ കൊല്ലണം, പാപത്തിൽ നമ്മൾ ഓടണം, തിരിഞ്ഞു ഓടണം. പക്ഷെ സാറിനെ തുടർന്നു. ഹല്ലേലൂയ, അനുവദിക്കുക. പക്ഷെ സാറിനെ തുടർന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക്സ് ഫോർ anointing. താങ്ക്സ് ഫോർ anointing. ഹല്ലേലൂയ. ശബന ശാന്തരാമന ഹസ്തനി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കാൽവരിയിലൂടെ യേശു കടന്നു പോകുന്ന ആ വിഷൻ എന്നെ കാണിക്കുക കർത്താവേ. ക്രൂശുമായിട്ട് കടന്നു പോകുന്ന വിഷൻ കാണിക്കുന്നു.
ചാട്ടവാറുകൊണ്ട് പടയാളികൾ അടിക്കുന്ന നിമിഷം കാണിക്കുന്നതന്നെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പറയാം, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി, എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ലംഘനങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവരിയിൽ എനിക്ക് വേണ്ടി ശരീരത്തെ മുഴുവൻ അടിക്കുന്നു. ഒരു ഉഴവുചാല് പോലെ കർത്താവ് തകർക്കപ്പെട്ടു, തൻ്റെ ശരീരം തകർക്കപ്പെട്ടു. ഹാലയിൽ കീറി മുറിച്ചവൻ്റെ ശരീരം. പ്രൈസ് ഗോഡ്. എൻ്റെ പാവങ്ങളും അകൃത്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഞാൻ നരകത്തിൽ രക്ഷപ്പെട്ടത്. ഹാലയിൽ രാത്രിയിൽ നമ്മളെല്ലാം പാവത്തിന് അടിമയാണെങ്കിൽ, ചെറിയ ചെറിയ പാവമാണെങ്കിൽ ദൈവത്തോട് പറ. വ്യാഴാഴ്ച ഞാനൊരു നമ്മൾ പറഞ്ഞു എനിക്കറിയത്തില്ല, വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ബുധൻ, വ്യാഴാഴ്ച, കഴിഞ്ഞ വ്യാഴാഴ്ച ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, പാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ പാവങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ വിഷനിലോട്ട് ദൈവം കൊണ്ടുപോയി, ദർശനങ്ങളോട് ദൈവം കൊണ്ടുപോയി. മനസ്സിലായോ? ദർശനങ്ങളോട് ദൈവം കൊണ്ടുപോയിട്ട് എന്നെ കർത്താവ് കാണിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരു നഷ്ടപ്പെട്ട മകനെ കുറിച്ച് പറയുന്നു, ദൂർത്തുപുത്രൻ. ആ വചനം നിന്നിട്ട് എന്നോട് പറയാം, ഈ അവനെ വലിയ പാവം ചെയ്തിട്ടാണ് മടങ്ങി വന്നത്, അല്ലെ ഏറ്റവും വലിയ പാവം ചെയ്തിട്ട്, അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് മുഴുവൻ അവൻ്റെ പിതാവ് കോടീശ്വരനായിരുന്നു. കർത്താവിനോട് പറഞ്ഞ കാര്യം, കാണിച്ച കാര്യം. കർത്താവ് ഭയങ്കര കോടീശ്വരനായിരുന്നു. നമുക്ക് പോലെ ഒരു കാറും 2 കാറും 1 വീടൊന്നും അല്ല പുള്ളിക്കുള്ളത്. ട്രംപിനേക്കാളും ആസ്തിയുള്ള ആളായിരുന്നു. മനസ്സിലായോ? പറയുകയാണെങ്കിൽ അതിൻ്റെ വീതമാണ് പുള്ളി പറ്റിക്കൊണ്ട് പോയത്. കാരണം അന്ന് ആടുകളും തോട്ടങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ വയലുകളാണല്ലോ. പക്ഷെ അതുമായിട്ട് പുള്ളി എന്തായാലും ബാഗ് പിടിച്ചിട്ട് പോകത്തില്ല. അത് വിറ്റില്ലെങ്കിലും അതിൻ്റെ അത്രയും നന്മകൾ പുള്ളിയുടെ സ്വത്ത് ഉണ്ടായിരുന്നായിരിക്കും. അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി പോയത്. അത് മുഴുവൻ അടിച്ച് പൊളിച്ച് തീർത്തിട്ടാണ് പുള്ളി വന്നത്. അവസാനം വളരെ കഴിച്ചു, പന്നി കൊടുക്കേണ്ട ആഹാരം കഴിച്ച് പുള്ളി മാനസാന്തരപ്പെട്ടു. എന്താണ്? സുബോധം വന്നിട്ട് പറഞ്ഞ എൻ്റെ പാപ്പൻ്റെ ഭവനത്തോട് മടങ്ങി വരുന്നത് എന്നെ കാണിച്ചതാണ് കർത്താവ്. ഈ മടങ്ങി വന്ന് പുള്ളി സ്വീകരിക്കുന്നുണ്ട്, പിതാവ് സ്വീകരിക്കുന്നുണ്ട്, അല്ലേ? ആ ഭാഗം. അപ്പം പാപങ്ങൾ കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? ചെറിയ പാപങ്ങൾ പോലും നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, അതാണ് കർത്താവിനെ കാണിച്ചത്. ചെറിയ പാപങ്ങൾ പോലും മാനസാന്തരപ്പെടുമ്പോൾ യേശു നമ്മുടെ അരികെ വരും. യേശു അരികെ വന്നിട്ട് എന്നെ കാണിച്ചിങ്ങനെ, യേശു അരികെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു, എന്നെ ഷോൾഡറെ പിടിക്കും. യേശു ഞാൻ കാണിച്ചിട്ട് എന്നിട്ട് മാറോട് ചേർക്കും. അല്ലയോ? അപ്പം ചെറിയ പാപങ്ങൾ പോലും ഞാനവിടെ ഇരുന്ന് ഏറ്റു പറയുമ്പോഴത്തേക്ക് യേശുവിൻ്റെ അരികെ വന്ന് ആ ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷം എൻ്റെ ഹൃദയത്തെ ഇടപെട്ടിട്ട് എന്നെ കാണിക്കുന്ന വിഷയം എന്നറിയോ? ഞാൻ യേശുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്നെ യേശുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് യേശു ഇങ്ങനെ എന്നെ ഷോൾഡറെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മാറോട് ചേർക്കും. എന്നിട്ട് പറയാം, ചെറിയ പാവങ്ങൾ പോലും നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ആ ധൂർത്തുപുത്രൻ്റെ പിതാവ് സ്വീകരിച്ചതുപോലെ, മനസ്സിലായോ? ദൈവം നമ്മളെ സ്വീകരിക്കും. ഇത്ര സ്നേഹമുള്ള കർത്താവ് യേശു. ഇവിടെ രാത്രി ഞാൻ പറയാൻ കാരണം, ചെറിയ പാവങ്ങൾ പോലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. രാത്രി ഞാൻ മാനസാന്തരപ്പെടാമെന്ന് പറയരുത്. അന്നേരം മാനസാന്തരപ്പെടണം. അന്നേരം കർത്താവ് നിങ്ങളെ സൗഖ്യം തരും. അന്നേരം നിങ്ങളെ മാപ്പ് ചേർക്കും. അതാണ് യേശുവിൻ്റെ സ്നേഹം. അന്നേരം ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടെടുക്കുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ആ പാവം പോയി. ഇനി നിങ്ങൾ ആ പാവം പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാച് പിന്നെ ആ പാവം പറയും. പിശാച് പറഞ്ഞിട്ട് പാവം മോചിച്ചിട്ടില്ല, ഇപ്പോഴും നമ്മൾ 50 വർഷം മുന്നുള്ള പാവം പറഞ്ഞുകൊണ്ടിരിക്കുക. നോ, അതെല്ലാം പോയി. നിങ്ങൾ ഇന്ന് ചെയ്ത പാവം ഇപ്പം ചെയ്ത പാവം പറഞ്ഞാൽ മതിയെന്നോ? ചിന്തകളിൽ പാവം വന്ന് അന്നേരം കർത്താവ് മാനസാന്തരപ്പെട്ടോ. കർത്താവ് ഞാൻ പാവം ചെയ്ത് ക്ഷമിക്കണം, രക്ഷത്തെ തന്നെ കഴിയണം. ആ പാവം തീർന്നുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ പാവം വരും, അല്ലേ? ചിന്തകളിൽ പാവം വരും. അന്നേരം യേശുവോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഇപ്പം ചിന്തയിൽ വന്നു, നമ്മുടെ വായി കൊണ്ടൊരു പാവം വന്നു, കർത്താവെ പാവം ചെയ്ത് പോയി, ക്ഷമിക്കണം. അന്നേരം മാനസാന്തരമായി. പക്ഷെ ഹൃദയം കൊണ്ടായിരിക്കണമെന്നുള്ളത് അവിടെ കർത്താവ് നമ്മളെ സ്വീകരിക്കില്ല. ഇന്ന് രാവിലെ പാവം ചെയ്തിട്ട് രാത്രി വരെ വെയിച്ചുകൊണ്ടിരിക്കുക. പകരക്കാലം കാഹളം മുഴങ്ങിയാലോ എൻ്റെ കാര്യം പോക്കാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും, അല്ലേ? അവിടുന്ന് രാത്രിയിൽ മാനസാന്തരത്തിനായി ഏൽപ്പിക്കാം. മാനസാന്തരം ഉണ്ടെങ്കിൽ അവിടെ രോഗസൗഖ്യമുണ്ട്, അവിടെ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടു പോയി നമ്മൾ ദിവസത്തിൽ ശാന്തമായിട്ടിരുന്നിട്ട് നിങ്ങളുടെ പാവങ്ങൾ ദൈവത്തിൽ ചോദിക്കും. കർത്താവേ, നിങ്ങൾക്ക് അറിയാം ഏത് പാവമാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, കർത്താവ് ഞാൻ എതിരാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്, അത് എഴുന്നേക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങളത് സമർപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ദൈവാത്മാ നിങ്ങൾ വ്യക്തമാക്കിയിട്ട് ഇന്ന പാവത്തിൽ കിടക്കുക. നിങ്ങൾ അതിൽ നിന്ന് എഴുന്നേറ്റാൻ തീരുമാനിച്ചു അവിടെ സൗഖ്യം ആരംഭിക്കാൻ തുടങ്ങും, അവിടെ വിടുതൽ ആരംഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ, ഒരു മിനിറ്റ് ഏൽപ്പിക്കാൻ, ദിവസം ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ